എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സ്കൂളിൻ്റെ ഡയറ്റിൻ്റെ പ്രിൻസിപ്പൽ, PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ്, PTA പ്രസിഡന്റ്, മദർ PTA പ്രസിഡന്റ് അടങ്ങുന്ന ഈ സംഘാടക സമിതിയുടെ പ്രമുഖരായിരിക്കുന്ന നേതാക്കളെ, ഈ മഹാസമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ വിദ്യാലയത്തിൽ മുമ്പ് പഠിച്ചവരും പഠിപ്പിച്ചവരും ഈ വിദ്യാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷികളുമായിരിക്കുന്ന ഈ പരിസരത്ത് താമസിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ ഒരുപാട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പൂവ് അന്വേഷിച്ച് വന്നപ്പോൾ പൂക്കാലത്തെ കണ്ടു എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ വന്ന് കയറിയപ്പോഴുള്ളൊരു കാഴ്ച കണ്ടത്. ഇവിടെ ഒരു ഉത്സവം, യഥാർത്ഥത്തിൽ ഉത്സവം തന്നെയാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് സദ്യ, മറുഭാഗത്ത് ചായക്കട, മറുഭാഗത്ത് ഡെൻ്റൽ ക്ലിനിക്ക്, സെൽഫി പോയിന്റ് എല്ലാം കൂടി യഥാർത്ഥത്തിൽ എന്താണോ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വേണ്ടത്, ഈ മുറ്റം യഥാർത്ഥത്തിൽ ഇവിടെ കടന്നുപോയ സ്വാമിനാഥൻ മുതൽ, കുട്ടിമാളു അമ്മ മുതൽ, ഈ സ്കൂളിൻ്റെ മാനേജർ മുതൽ ഇവിടെ പഠിപ്പിച്ച മൺമറഞ്ഞു പോയ മുഴുവൻ ആത്മാക്കളും മുഴുവൻ ആളുകളുടെയും ആത്മാവുണ്ടായിരുന്നുവെങ്കിൽ അവർ കോരിത്തരിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. ആത്മാവുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നൊരു ദിവസമാണ്. ആ ആത്മാക്കളുടെ ശക്തി ഏറ്റവും കൂടുതൽ സാന്നിധ്യമായിരിക്കുന്ന ഒരു വിദ്യാലയമാണിത്. ഈ പ്രദേശം തന്നെ ഒരു അത്ഭുത പ്രദേശമാണ്. സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാണിത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മാത്രമല്ല, ഞാനിവിടെ വരുമ്പോൾ വന്ന ചിത്രപ്രദർശനത്തിൽ സംസ്കാരമുണ്ടാകുന്നതിന് മുമ്പ് ശിലായുഗത്തിലെ സ്മാരകങ്ങൾ പോലും അവശിഷ്ടങ്ങൾ പോലുമുള്ള ഒരു പ്രദേശമാണിത്. ഇവിടെ നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്ക് ഈ ജനുവരി മാസത്തിൽ എന്താണ് ചിന്തിക്കേണ്ടത്? ജനുവരി എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ ആരംഭ മാസമാണ്. എന്തുകൊണ്ടാണ് ഈ ജനുവരി എന്ന് പേര് വന്നത്? അതിൽ നമുക്ക് തുടങ്ങാം. ജനുവരിക്ക് ജനുവരി എന്ന് പേര് വന്നതിന് പിറകിൽ വലിയൊരു സത്യമുണ്ട്. ഗ്രിഗോറിയൻ കലണ്ടർ, ഗ്രീക്ക് നാട്ടിലുള്ള ദേവതമാരുടെ പേരാണ് ഓരോ മാസത്തിനൂട്ട പേര്. ജൂലൈ മാസത്തിനും ആഗസ്റ്റ് മാസത്തിനും ജൂലിയസ് സീസറുടെയും അഗസ്റ്റസ് സീസറുടെയും പേരിട്ടു. അതിനു മുമ്പ് ജനുവരിയും ഫെബ്രുവരി, ജനുവരി എന്നത് ജാനുവസ് ദേവതയുടെയും, ഫെബ്രുവരി എന്നത് ഫെബ്രുവ ദേവതയുടെയും, മാർസ് ദേവതയുടെ മാർച്ചും, ഏപ്രിലൈറ്റിൻ്റെ ഏപ്രിലും, മായസിൻ്റെ മെയ്യും, ജൂണസിൻ്റെ ജൂണും ഒക്കെയാണ് വരുന്നത്. പിന്നെ ജൂലൈയും ആഗസ്റ്റും രാജാവിൻ്റെ പേരാണ്. ജൂലിയസ് സീസറുടെയും അഗസ്റ്റസ് സീസറുടെയും ഈ രണ്ട് രാജാക്കന്മാരുടെ പേര് ആദ്യം ഉണ്ടായിരുന്നില്ല. 10 മാസമേ ഗ്രിഗോറിയൻ കലണ്ടറിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏഴാമത്തെ മാസം നമ്മുടെ സംസ്കൃതത്തിലെ സപ്തം ഏഴാമത്തെ മാസമായിരുന്നു. ജൂലൈയും ആഗസ്റ്റും ഇല്ലാതെ സെപ്റ്റംബർ ആയിരുന്നു ഏഴാമത്തെ മാസം. ഒക്ടോബർ 8ാമത്തെ മാസം. നവം 9ാമത്തെ മാസം നവംബർ ആയിരുന്നു. ദശം 10 ദശംബർ, അതാ ഡിസംബർ. സംസ്കൃതവും പാശ്ചാത്യവും നമ്മളും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? പിന്നീടാണ് 12 മാസം തീരുമാനിക്കുമ്പോൾ 2 പേര് വേണമല്ലോ. അപ്പൊ ജൂലിയസ് സീസർ പറഞ്ഞു, എൻ്റെ പേരിട്ടോ ഒരു മാസത്തിന്. അങ്ങനെ ജൂലൈയും അടുത്ത രാജാവായ ഇദ്ദേഹത്തിന്റെ മരുമകൻ അഗസ്റ്റസ് സീസറിന്റെ പേരിൽ ആഗസ്റ്റും ഉണ്ടായത്. ഞാൻ പറഞ്ഞത് ജാനുവസ് എന്ന ദേവത ഈ ആദ്യത്തെ മാസത്തിന് പേരിടാൻ കാരണം, ജാനുവസ് എന്ന ദേവതയുടെ പ്രത്യേകത ഗോഡ് ഓഫ് എൻട്രൻസ് ആണ്, പ്രവേശനദ്വാര ദൈവമാണ്. അതും ഈ നിങ്ങളുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘവുമായിട്ട് എന്താ ബന്ധമെന്നല്ലേ? ഈ പ്രവേശനദ്വാര ദൈവം പ്രവേശിക്കുമ്പോൾ, ഒരു കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, ഒരു മനുഷ്യർക്ക് ചിന്തിക്കേണ്ട ഒരു പ്രത്യേകത ഈ ദൈവത്തിൻ്റെ തലകളാണ്. ഈ ദൈവത്തിന് 2 തലയാണ്. ഒരു തല പുറകോട്ടും ഒരു തല മുന്നോട്ടും എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അവൻ്റെ ചരിത്രവും കടന്നു വന്ന ഓർമ്മകളും എന്ന് പറയുന്നത്. ആ ഓർമ്മകളിൽ നിന്ന് മനുഷ്യൻ എന്നതിന് നല്ലൊരു നിർവചനം പറയട്ടെ. ഈ നിർവചനം 2 തവണ ഞാൻ പറയും, മനസ്സിൽ ഓർത്തു വെക്കണം. ഭൂതകാലത്തിൻ്റെ അറിവുകളും ഓർമ്മകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യവുമായി ഒരച്ച് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക. ഒന്നുകൂടി ഞാൻ പറയാം, അത് മനസ്സിൽ ഓർപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭൂതകാലത്തിൻ്റെ അറിവുകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി ഒരച്ച് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ
ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദം ചാന്ദാഗ്യോപനിഷത്തിൽ ഉണ്ടത്. ഈ ചോദ്യം ചാന്ദാഗ്യോപനിഷത്തിൽ ഉദ്ദാലകാരുണിയുടെ മഹാപണ്ഡിതനായ ഉദ്ദാലകാരുണിയുടെ മകൻ ശ്വേതകേതു പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയത് പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്യന്റെ അടുത്ത ഉന്നത വിദ്യ ബിരുദം കൊടുക്കാനേ ഈ ഉദ്ദാലകാരുണിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് പാഞ്ചാല രാജാവിൻ്റെ അടുത്ത് അയച്ചിട്ട് തിരിച്ചു വന്ന ഉടനെ ശ്വേതകേതു ചോദിച്ചത്, പിതാവേ, അദ്ദേഹത്തിൻ്റെ ചോദ്യം വയലാർ രാമോർമ്മ എഴുതിയൊരു നാടകഗാനത്തിലുണ്ട്. അശ്വമേധം എന്ന നാടകത്തിൽ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന പാട്ടിൽ എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ. കുഷ്ഠരോഗി ഈ പാട്ട് പാടുമ്പോ നാടകം ആദ്യം കാണുമ്പോ ഞാൻ കരുതിയത് വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് ചോദിച്ചത് സ്ട്രീറ്റ് ലൈറ്റ് കത്തായിട്ടാന്നാ. അല്ല, മനുഷ്യന് മാത്രമാണ് വിളക്കുമരങ്ങളിൽ നിന്ന് ആന്തരിക വെളിച്ചം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവൻ. എന്തെല്ലാം ഓർമ്മകളാണ് ഞാൻ ഇവിടെ വന്നപ്പോ. MTയുടെയും അക്കിത്തത്തിൻ്റെയും അല്ല ആ ചിത്രങ്ങൾ കണ്ടപ്പോ രോമാഞ്ചമുണ്ടായി. ഇന്നലെ സങ്കടമായിരുന്നു, ഞാൻ ഇന്നലെ കരഞ്ഞിട്ടാണ്. ഇന്നലെ ഈ സമയത്ത് ഞാൻ കരയുകയായിരുന്നു. എനിക്കൊരു മതമുണ്ട്, ആ മതത്തിൻ്റെ ദൈവം, ആ ദൈവങ്ങളിൽ ഒരുപാട് ദൈവങ്ങളിൽ ഒരാളുടെ ദൈവത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ എൻ്റെ ദൈവം സംഗീതമാണ്, എൻ്റെ മതം സംഗീതമാണ്. എൻ്റെ മതത്തിൻ്റെ ഭാരതത്തിലെ ഏറ്റവും വലിയ എൻ്റെ മതത്തിൻ്റെ ബൈബിൾ, ഗീത, ഖുർആൻ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയാണ്. ആ ഗീതാഞ്ജലിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രേരകമായ ഗ്രന്ഥമെന്ന് പറയുന്നത്. അതിലെ സംഗീതം പ്രപഞ്ചവിധാതാവും ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ സംഗീതം ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലി നിഭൃതം ഞാനതു കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലി. ആ പാട്ട് ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്ജ്വല ശോഭം ഭുവനം അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം അലിയിക്കുന്നു ശിലകളെ ഈശ്വരഗംഗാസരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ പരാജിത നിലയിൽ, നിബദ്ധനിഹ ഞാൻ നിൻഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. ആ സംഗീതം പ്രഭോ എന്ന വിളി, അല്ലാഹു അക്ബർ എന്ന വിളി, എല്ലാം ഒന്നാ. ആ സംഗീതത്തിൻ്റെ ഒരു ദൈവം ഇന്നോ നാളെയോ വിളക്കു കേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന പാട്ടുപാടിയ ജയചന്ദ്രൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഇന്നലെ ഞാൻ. ഈ സമയത്ത് ഇന്ന് ഇവിടെ വന്നപ്പോ അക്കിത്തം, MT, സുഭാഷിണി, മല്ലികാ സാരാഭായി അല്ലേ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പാദസ്പർശത്താൽ പുണ്യമായിരിക്കുന്ന ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ അവസരം കിട്ടിയ നിങ്ങൾ എന്തൊരു ഭാഗ്യവാന്മാരാണ്. ആ പഠിച്ച അവരെല്ലാം ചവിട്ടി നടന്ന മണ്ണിലിരുന്ന് പഠിച്ച നിങ്ങളെ കാണാൻ അവസരം കിട്ടിയ ഞാൻ എന്തൊരു ഭാഗ്യവാനാണ്. എന്തൊരു ഊർജമാണ് ഇവിടെ, എന്തൊരു ഊർജമാണ്. എത്രയെത്ര ഉയർന്നു പോകിയാലും താഴോട്ട് വേരുകളോടിക്കുന്ന സംസ്കാരത്തിന്റെ വേരുകളിലേക്ക് താഴോട്ട് ഇറങ്ങി വരുന്ന വൃക്ഷമാണ് ഇവിടെ ഏറ്റവും എന്നെ ആകർഷിച്ചത്. ആൽമരം, പേരാലുണ്ട്. ആൽ എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? ആൽ എന്ന വാക്കിന്റെ അർത്ഥം, ആൽ എന്ന് പറഞ്ഞാൽ താഴോട്ട് എന്നാണ്, മാൽ എന്ന് പറഞ്ഞാൽ മേലോട്ട്, മല എന്നങ്ങനെയാ പേര് വന്നത്. ആൽ മാൽ
ONV കുറുപ്പിന്റെ നിളാനദിയെക്കുറിച്ചുള്ള ഒരു പാട്ടുണ്ടല്ലോ നക്ഷത്രങ്ങളിൽ MTയുടെ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ എന്ന പാട്ടിൽ ഈറനാം വെണ്ണിലാവിൽ പൂമ്പുടവയണിഞ്ഞു എന്നൊരു വരിയുണ്ടല്ലേ. ആറ്റുവഞ്ഞിപ്പൂക്കളും കാറ്റിലാടിയുലഞ്ഞു ആലിമാലി മണൽ തട്ടും ആതിരക്കുളിരണിഞ്ഞു. എന്താണ് ഈ ആലിമാലി മണൽ തട്ട്? ആലിമാലി മണൽത്തട്ട് എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയിലെ മണൽ കേട്ടിട്ടുണ്ടോ? ആലി താഴോട്ടും മേലോട്ടും താഴോട്ടും മേലോട്ടും ഇങ്ങനെ അതാണ് ആലിമാലി മണൽത്തട്ട്. പിടികിട്ടിയോ? ഇങ്ങനെ തരംഗമായിട്ട് താഴോട്ടും മേലോട്ടുള്ള ആല് താഴോട്ട്. എത്ര വലിയ അറിവ് നേടിയാലും എത്ര വലിയ സമ്പന്നനായാലും നമ്മുടെ ഹൃദയവും മനസ്സും നമ്മുടെ ഓർമ്മകളും താഴോട്ട് സംസ്കാരത്തിന്റെ വേരുകൾ അന്വേഷിച്ചു പോകുന്നതിൻ്റെ പ്രതീകമാണ് ഈ ആൽമരം. പേരാൽമരവും ആൽമരവും എല്ലാം ആല് താഴോട്ടാണ്. താഴോട്ട് നമ്മുടെ ദയാർദ്രമാം ദൃഷ്ടിഗംഗ താഴത്തൊഴുകട്ടമേന്മേൽ താഴോട്ടാണ്. നമ്മുടെ ജീവിതം ഒരു പുഴയാണ്. മേലോട്ട് ഉയർന്നു പോകുന്ന മനസ്സ് മേലോട്ട് ഉയർന്നു പോകുമ്പോഴും നമ്മുടെ പുഴ കല്ലോലിനി വനകല്ലോലിനി നിൻ തീരത്തു വിടരും പുഷ്പങ്ങളെ താരാട്ടു പാടിയുറക്കൂ ഉറക്കൂ. ജയചന്ദ്രന്റെ മറ്റൊരു പാട്ട്. നമ്മൾ താഴോട്ടൊഴുകുന്നു ജീവിതമാകുന്ന മഹാസാഗരത്തിലേക്ക് പോകാൻ. ആ പോകുമ്പോൾ കടന്നു വന്ന വഴികൾ ഓർക്കണം. നമ്മൾ ഒരു മഴത്തുള്ളി ഏത് കടലിലാണ് ചേരുന്നതെന്ന് തീരുമാനിക്കുന്നത് ആ മഴത്തുള്ളിയല്ല, അത് വീണ കുന്നിന്റെ ചെരിവാണ്. ആ കുന്നിന്റെ ചെരിവ് ഈ സഹ്യപർവ്വത നിരകളിൽ ഇപ്പുറത്ത് വീണ മഴത്തുള്ളി പേരാറാകും. അട്ടപ്പാടി കുന്നിന്റെ മേല് ഇപ്പുറത്ത് വീണ ഒരു മഴത്തുള്ളി ഒഴുകി 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 അത് മലമ്പുഴ വഴി ഒഴുകിയിട്ട് ഭാരതപ്പുഴയായിട്ട് പൊന്നാനി കടലിൽ അറബിക്കടലിൽ ചേരും. അപ്പുറത്ത് വീണ മഴത്തുള്ളി അങ്ങോട്ട് ഒഴുകിയിട്ട് ഭവാനിയായിട്ട് കാവേരിയായിട്ട് ബംഗാൾ ഉൾക്കടലിൽ പോകും. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരുന്നു. ശ്വേതകേതു ഉദ്ദാലകാരിണിയോട് ചോദിച്ചത്, പിതാവേ ഞാൻ എവിടുന്നാ വന്നേ, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നാണ്, ഞാൻ ആരാണ് എന്നാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് മനുഷ്യന്റെ ജീവിതം. പക്ഷിമൃഗാദികൾക്ക് ഓർമ്മകളില്ല. ഒരു പട്ടിക്കും പശുവിനും അതിന്റെ അപ്പൂപ്പനാരാ അച്ചാച്ചനാരാന്നറിയില്ല. അതിന് എവിടുന്നാ വന്നെന്നറിയില്ല. അതിന് മുന്നോട്ട് മാത്രമേ കണ്ടുള്ളൂ. പിറകോട്ട് കണ്ടുള്ള ഓർമ്മകൾ, പിറകോട്ട് ഉള്ളിലേക്ക് പിറകോട്ട് കണ്ടുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. കടന്നു വന്ന വഴികൾ അറിയണം. നമ്മൾ പഠിച്ച മലയാളികളുടെ ഒരു ഗൃഹാതുരത്വത്തിന്റെ ഊസാകയുണ്ട് അല്ലേ? ഊസാക ലാസാഗു പഠിച്ചില്ലേ? LCM. മലയാളികളുടെ ഗൃഹാതുരത്വത്തിന്റെ ഊസാക താൻ പഠിച്ചു വളർന്ന വിദ്യാലയത്തിൽ, താൻ കളിച്ചു വളർന്ന തറവാട്ടിൽ, താൻ ഓടിക്കളിച്ച ഗ്രാമത്തിൽ തിരിച്ചു പോകാനാണ്. താൻ ഓടിക്കളിച്ച ഗ്രാമത്തിലേക്ക് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം. ഏതാ നെല്ലിമരം എന്നറിയാവോ? ഞാനൊരു നെല്ലിമരത്തിന്റെ ചില്ലയൊന്നൊടിച്ചു. ഇപ്പോൾ വരുമ്പോൾ ഇവിടെ പഠിപ്പിച്ച ഒരു ചന്ദ്രി ടീച്ചറുടെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ആ ചുമലിൽ കൈവച്ചു ടീച്ചറുടെ. ആ നെല്ലിമരത്തിന്റെ നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരാണ് നെല്ലിമരങ്ങൾ. ആ ടീച്ചറുടെ പുഞ്ചിരി ചന്ദ്രിക പെയ്യുന്ന, നിലാവ് പെയ്യുന്ന പുഞ്ചിരിയായിരുന്നു. നമ്മുടെ ഓർമ്മകൾ അതാണ്. 187 അധ്യാപകരുടെ ലിസ്റ്റ് എല്ലാ സെപ്റ്റംബർ 5-നും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. 187 അധ്യാപകർ എന്നെ പഠിപ്പിച്ചവർ. LP സ്കൂളിൽ പഠിപ്പിച്ചത്, UP ഹൈസ്കൂളിൽ PDCക്ക്, ഡിഗ്രിക്ക്, PGക്ക് പഠിപ്പിച്ചവർ മാത്രമല്ല, അതിനുശേഷം ഞാൻ ഒരുപാട് കോഴ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ മുഴുവൻ പേരും അവരും എല്ലായിട്ട് ഇപ്പോഴും എനിക്ക് കണക്ഷൻ ഉണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ കരുത്തവരാണ്. ആ കരുത്തുള്ള അവരുടെ ഓർമ്മകളെ, അവർ മരിച്ചുപോയ വിവരം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്താലാണ് ചില ആളുകൾ മരിച്ച വിവരം പലപ്പോഴും അതിന് കമൻ്റായിട്ട് വരുന്നത്. എനിക്ക്
ലഘുവും ഗുരുവും പഠിപ്പിച്ചു തന്ന ആ അധ്യാപകൻ പണ്ഡിറ്റ് ദാമോദരൻ മാഷ് ദീർഘാക്ഷരം ഗുരുവായും അല്ല, ഹ്രസ്വാക്ഷരം ലഘുവും ദീർഘാക്ഷരം ഗുരുവായിടും. ആദിമധ്യാന്തവർണ്ണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ, ഗുരുക്കൾ ഭജസങ്ങൾക്ക്, മനങ്ങൾ ഗലമാത്രമാം എന്ന് പഠിപ്പിച്ചത് അല്ലേ. മാത്രയഞ്ചക്ഷരം മൂന്നിൽ വരുന്ന ഒരു ഗണങ്ങളെ 8 പേർ തുള്ളീരടിക്ക് ചൊല്ലാങ്കാകളി എന്നു പേർ. അതിലേറ്റവും വലിയ ടെൻഷൻ കേക പഠിപ്പിക്കാനേനു. 3 2 2 3 2 2 എന്നെഴുത്തുകൾ 14 6 ഗണം, പാദം 2 ഒന്നുപോൽ ഗുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ഗണത്തിലും നടുക്ക് യതി പാദാതി പൊരുത്തം ഇത് കേകയാം. ഇത് ബൈഹാർട്ട് പഠിക്കാതിൽ അടി കിട്ടുന്ന പേടിച്ചിട്ട് ഞങ്ങൾ ഒളിച്ചുകൂടി. എൻ്റെ നാട്ടിൽ ക്ലീനർ പണിയെടുക്കുന്ന ഉണ്ടനാരായണ എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നിട്ട് എന്താടാ സ്കൂളിൽ പോകാൻ, ഞാൻ പറഞ്ഞു ഇത് പഠിക്കാണ്ട് പോയാൽ അടി കിട്ടും, അതുകൊണ്ട് പോകുന്നില്ല. ഇങ്ങ് വാ എന്ന് പറഞ്ഞു, സൂത്രം പറഞ്ഞു തന്നു. ഒരു പാരടി ഉണ്ടായി തന്നു. ഈ പാരടി ഓർമ്മിച്ചാൽ മറ്റേത് വേഗം പഠിക്കൂ. അങ്ങനെയാണ് ആദ്യത്തെ പാരടി, കേകേൻ്റെ പാരടി, ചക്കേൻ്റെ ലക്ഷണം. കുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ചുളയിലും നടുക്ക് കുഞ്ഞു വിളഞ്ഞീര് ചേർന്ന് വന്നാൽ ചക്കയാം എന്ന് പഠിപ്പിച്ചു തന്നു. അത് പഠിച്ചപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പം വന്നു. മനസ്സിലായോ? ആ നാരായണു എൻ്റെ ഗുരുവാ. മനസ്സിലായോ? ആ പണ്ഡിറ്റ് ദാമോദരൻ മാഷ് മരണപ്പെട്ട വിവരം 4 കൊല്ലം മുമ്പ് അനാഥ മന്ദിരത്തിൽ കിടന്ന് മരിച്ചുപോയ വിവരം ഞാൻ അറിയുന്നത് ഈ ഫേസ്ബുക്കിലെ കമൻറ്റിലൂടെയാണ്. അറിയില്ല, അദ്ദേഹത്തെ അന്വേഷിച്ച് പോകാത്ത സ്ഥലമില്ല. എന്നിട്ട് അവസാനം മരിച്ചതിന് ശേഷം അറിഞ്ഞത്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിച്ചു. എൻ്റെ പ്രസംഗം തുടങ്ങാൻ ഈ ആല് പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയത് അദ്ദേഹം പഠിപ്പിച്ച കേരള പാണിനിയിലെ ആൽ പ്രായോജികയാം ഹേതു എന്ന കാരികയാണ്. ആൽ പ്രായോജികയാം ഹേതു, ആലിനെ പ്രയോജനപ്പെടുത്തണമെന്ന് ദാമോദരൻ മാഷ് എന്നോട് പറയാം. ഞാൻ പഠിച്ച LP സ്കൂൾ വാടക കെട്ടിടായിരുന്നു. കല്ല് തേപ്പില്ലാത്ത, പ്ലാസ്റ്ററിങ് ചെയ്യാത്ത കല്ലിൻ്റെ ചുമരുള്ള വീട്, ആ കെട്ടിടം വാടകയായിരുന്നു. പിന്നീട് ഞാൻ അവിടെ പഞ്ചായത്ത് മെമ്പറായപ്പോൾ സ്വന്തമായി സ്ഥലവും കെട്ടിടമൊക്കെ ആയി. ആ പഴയ കെട്ടിടം എല്ലാം പൊളിച്ചു. ഒരു റൂം പൊളിക്കാതെ ഉണ്ട്. ആ കെട്ടിടത്തിൻ്റെ ഉടമയുടെ മകൻ്റെ മകൻ ഇപ്പോൾ പശുവിനെ കെട്ടുന്ന ആലയത്. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് ആ പുതിയ വിദ്യാലയം നമ്മളടക്കം കൂട്ടി എടുപ്പിച്ചാണെങ്കിൽ എനിക്ക് അതിനോടൊരു ഹൃദയബന്ധമില്ല. ഞാൻ ആ പഴയ കെട്ടിടത്തിലാകൊന്ന് കയറും. ആ കല്ല് ചെങ്കല്ലിൻ്റെ അകത്ത് ഞങ്ങൾ അന്ന് പെൻസിൽ കൂർപ്പിക്കാൻ വേണ്ടിയിട്ട് കട്ടറൊന്നും ഇല്ലല്ലോ. ഇത് കൂർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചെങ്കല്ലിൻ്റെ ദ്വാരം ഉണ്ടാവും. ഈ ദ്വാരത്തിലിട്ടിട്ട് ഇങ്ങനെ തിരിക്കും. അപ്പോൾ തിരിക്കുമ്പോൾ പെൻസിൽ നല്ല മൂർച്ചയായി വരും. അപ്പോൾ ഓരോ ആൾക്ക് തിരിക്കാൻ ഓരോ ദ്വാര. അപ്പോൾ എൻ്റെ ദ്വാരത്തിനകത്ത് ഇപ്പോഴും ആ മിനുസമുണ്ട്. ഞാൻ മെല്ലെ ആ സ്നിഗ്ധമായ മിനുസത്തിലൊന്ന് തൊടും. അപ്പോഴാണ് കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം എന്ന പാട്ടിൻ്റെ രസം ആസ്വദിക്കുക. അപ്പോഴാണ് രസം ആസ്വദിക്കുക. നമുക്ക് കടന്നു വന്ന വഴികൾ, കുട്ടിക്കാലം, ബാല്യകാലം, അതിലേക്ക് തിരിച്ചു പോകാതെ മനുഷ്യരില്ല. ജാനുസ് ദേവതയുടെ പിന്നിലേക്കുള്ള തല ചരിത്രത്തിലേക്കും ബാല്യകാലത്തിലേക്കും ഓർമ്മകളിലേക്കും തിരിഞ്ഞു പോയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ മനുഷ്യന്. അതുകൊണ്ടാണ് ഉദ്ദാലകാരുണി പറഞ്ഞത്, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി, ആ മഴത്തുള്ളി നീയാകുന്നു. തത്വമസി എന്ന ദർശനം, ആ ദർശനമാണ് മനുഷ്യന്റെ ലക്ഷ്യം. ശബരിമലയിൽ പോകുന്നവരുടെ ലക്ഷ്യമെന്താ? ഉച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകു. സത്യമാം 18-ാം തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനെ. എന്ത് ദർശന? യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണോ? അല്ല. ഇന്നലെ ചിതകൾ ഏറ്റുവാങ്ങിയ ജയചന്ദ്രൻ പാടി ഏറ്റവും പ്രശസ്തമായ ഒരു ശബരിമല പാട്ടുണ്ട്. സ്വാമി ശരണം ശരണമെൻ്റയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഹരിഹരസുതനെ ശരണം പൊന്നയ്യപ്പ. അതിൽ ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി, ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി 18-ാം പടി കേറി ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് വിഗ്രഹത്തിനും മേലെ അതുക്കും മേലെ
തത്വമസി എന്നാദ്യം കാണുക. അത് നീ തന്നെയാണോ? സംസ്കാരത്തിൽ മനുഷ്യനെന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത് ഞാനല്ല. ഞാൻ ആരാ? ഒരുപാട് ഈ കൊടക്കല്ല് മുതൽ, ഈ നന്നങ്ങാടികൾ മുതൽ, ഈജിപ്ഷ്യൻ സംസ്കാരമാവട്ടെ, മെസപ്പൊട്ടോമിയൻ സംസ്കാരമാവട്ടെ, സിന്ധു നദീതട നാഗരികതയാവട്ടെ, അവിടെ നിന്നെല്ലാമുള്ള മനുഷ്യർ പ്രകൃതിയോടും സമൂഹത്തോടും മല്ലടിച്ചും കട്ടപ്പെട്ടും ഉണ്ടാക്കിയെടുത്ത സംസ്കാരത്തെ പ്ലസ് ചെയ്ത് കൂട്ടിപ്പിടിച്ച് കൊണ്ടുവന്നതെല്ലാം നമ്മിലുണ്ട്, ഇല്ലേ? മനുഷ്യന് മാത്രമേ അതുള്ളൂ. മനുഷ്യനല്ലാതെ മറ്റാരും പ്ലസ് ഇല്ല. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ. ആ 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ എങ്ങനെയാ ജീവിച്ചത്? അതുപോലെ തന്നെയായി 2025 ആന ജീവിക്കുന്നു. ഒരു മാറ്റവും ഇല്ല. വടക്കുന്നാഥന്റെയും പാറമേക്കാവിൽ അമ്മയുടെയും തിടമ്പും തലയിൽ വെച്ചിട്ട് ഗോപുരക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളുമ്പോ ആ സ്വരാജ് ഗ്രൗണ്ടിൽ തേക്കിൻകാട് മൈതാനത്തിൽ ഒരു 5 ലക്ഷം ആളുണ്ടല്ലോ. ആ 5 ലക്ഷം ആളുകളെ അഭിമുഖീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്ന 10-20 ആനയുണ്ടല്ലോ. ഇതുവരെ ഒരാനക്കും ഒരു ട്രൗസർ എടുക്കണമെന്നുള്ള ചിന്തയുണ്ടായോ? ഇല്ല. അന്ന് എങ്ങനെയാ ജീവിച്ച ഇപ്പോഴും അതുപോലെ ജീവിക്കുന്നു. ഒരു മാറ്റവും ഇല്ല. മനുഷ്യൻ മാത്രമേ മാറുന്നുള്ളൂ, പ്ലസ് ആവുന്നുള്ളൂ. ഇവിടെ പല തലമുറകളാ. എൻ്റെ ഒരു അത്ഭുതം എന്താന്ന് പറഞ്ഞാൽ, സാധാരണ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓരോ വർഷത്തെ ബാച്ചാവുമ്പോൾ എല്ലാവരും വരും. പക്ഷേ എല്ലാവരും കൂടി വെച്ച ആരും ഉണ്ടാവില്ല. പോയ സ്ഥലത്തെല്ലാം ഉള്ള അനുഭവമാണ്. ഈ കോലോത്ത് മോര് കൊണ്ടുപോയ പോലെയാ. കോലോത്ത് അടിയന്തരത്തിന് കുടിയന്മാരോടെല്ലാം മോര് കൊണ്ടുപോയി വട്ടളത്തിൽ ഒഴിക്കാൻ പറഞ്ഞു. ഓരോ ആൾ വിചാരിച്ചു ഞാൻ എല്ലാവരും കൊണ്ട് ഒഴിക്കുമ്പോൾ എൻ്റെ കുറച്ച് പച്ചവെള്ളമായാലും കുഴപ്പമില്ല. കൊണ്ടുവന്ന് നോക്കുമ്പോൾ എല്ലാവരും പച്ചവെള്ളമായിപ്പോയി. അതുപോലെയാ. വേറെ വേച്ചെല്ലാം ഉണ്ടാവുമല്ലോ എന്ന് എല്ലാവരും വിചാരിച്ചു. നോക്കുമ്പോൾ ആരും ഉണ്ടാകാത്ത അവസ്ഥ. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും വന്നു, എല്ലാവരും ഒത്തുചേരുന്നു. എന്തൊരു ആൾക്കൂട്ടം അല്ലേ! ഒരുപാട് ആൾ വരുന്നു. എന്തുകൊണ്ട് വരുന്നു? നിങ്ങളെ വിളിക്കുന്നത് മറ്റാരുമല്ല, കമ്മിറ്റി പ്രസിഡന്റ് അല്ല. നിങ്ങളെ വിളിച്ചു വരുത്തിയത് കമ്മിറ്റി പ്രസിഡന്റ് അല്ല, സംഘാടക സമിതി ചെയർമാനല്ല. നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങളുടെ ഉൾവിളിയാണ്. അത് നീയാണ്, തത്വമസി. നിങ്ങളുടെ ഉള്ളിൽ എല്ലാവരുമുണ്ട്. മരിച്ചുപോയ എല്ലാവരുമുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, ഓർമ്മകളുണ്ട്, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. അവരാണ് നമ്മുടെ ഗുരുജനങ്ങൾ. വിളക്കുമരമേ വെളിച്ചമുണ്ടോ? ഒരിക്കലും മരിക്കുന്നില്ല. അധ്യാപകർ മരിച്ചാലും അവർ ജീവിച്ചിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ. എന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് അപ്പുക്കുട്ടി അടിയോടി എന്നു പേരുള്ള ഒരു അധ്യാപകനാണ്. കുട്ടിമാളു അമ്മേനെ പറ്റിയിട്ട്, സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ട്, ഗാന്ധിയെ കുറിച്ചൊക്കെ എനിക്ക് പ്രബോധനങ്ങൾ തന്നത് അപ്പുക്കുട്ടി അടിയോടിയാ. അയാളെ ക്ലാസ്സിൽ ഇരുന്നിട്ടുമില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല അയാളെ. അപ്പുക്കുട്ടി അടിയോടി എന്ന് പറഞ്ഞ മാഷ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അപ്പുക്കുട്ടി അടിയോടി എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത്? അപ്പുക്കുട്ടി അടിയോടി പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പലതും പറയുമ്പം അപ്പുക്കുട്ടി അടിയോടി മാഷ് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ടാ പറയാ. അപ്പുക്കുട്ടി അടിയോടി മാഷുടെ വിദ്യാർത്ഥിനി അതിലെ അടുത്ത തലമുറയിലേക്ക് നോക്കൂ. അധ്യാപകർ പകർന്നു പോകുന്നുണ്ടോ? എനിക്ക് എവിടെ പോകുമ്പോഴും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അബ്രഹാം മാഷി ഓർക്കും. കാരണം ഇംഗ്ലീഷിൽ അത്രയും മോശമായിരുന്നു ഞാൻ. 10ാം ക്ലാസ്സിൽ എത്തും വരെ ഇംഗ്ലീഷിൽ മോശമായിരുന്നു. 10ാം ക്ലാസ്സിൽ എത്തിയിട്ട് അബ്രഹാം മാഷ് ആദ്യം തന്നെ ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചത് ശ്രീകൃഷ്ണ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച ആൾ കൈവക്കാനാണ്. എല്ലാവരും കൈപൊക്കി. അവിടുത്തെ ചായൻ്റെ കടി വളരെ അത്ഭുതമാണ്. വലിയ പഴംപൊരി, വലിയ കായ ഉണ്ടാന്ന് പറഞ്ഞ സാധനമുണ്ട് കേട്ടോ, ഉണ്ടക്കായ. അപ്പൊ സൈമൻ മാഷ്ക്ക് അറിയുന്ന ആളാണ്. ഇന്നെന്തല്ല അവിടുത്തെ അലമാരയിലുള്ളത്? അപ്പോൾ മാഷെ പഴംപൊരിയുണ്ട്, കായുണ്ടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ മാഷ് പറഞ്ഞു, ഇൻ ശ്രീകൃഷ്ണ ഹോട്ടൽ നോട്ട് ഓൺലി പഴംപൊരി ബട്ട് ഓൾസോ കായുണ്ട. പഴംപൊരി മാത്രമല്ല കായുണ്ടിയും കൂടിയുണ്ട്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. പഠിച്ചാ സിമ്പിളല്ലേ? ഇങ്ങനെയാ മാഷ് പഠിപ്പിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ SLCക്ക് മാർക്ക് കിട്ടിയത് ഇംഗ്ലീഷിന്. കാരണം സിമ്പിളാ. അതാണ് ഓരോ അധ്യാപകർ പാഠപുസ്തകങ്ങളെ വ്യാഖ്യാനിക്കുന്നവരല്ല. പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് പൂക്കളെ പോലെയാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് തേനീച്ചകളാണ്. തേനീച്ചകൾ പൂവിൽ നിന്ന് പൂവ് ശേഖരിച്ച് അപ്പാട് തേൻവലയിൽ കൊണ്ടുപോയി വെച്ചാൽ ഏതൊരു ഭക്ഷ്യപദാർത്ഥം പോലെ തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകും. പക്ഷേ
ആ തേന് കുടിപ്പിക്കുന്നവരാണ് അധ്യാപകർ. തേനീച്ച കുടിച്ച് ദഹിപ്പിച്ചിട്ട് സ്വന്തം തേനാക്കി മാറ്റിയാലേ അത് ഔഷധ ഗുണമുള്ള ഏറെക്കാലം നിലനിൽക്കുന്ന തേനായി മാറൂ. നമ്മുടെ കുട്ടികളോട് പറയണം, പാഠപുസ്തകം പഠിച്ചിട്ട് ബൈഹാർട്ട് പഠിച്ചിട്ട് A+ വാങ്ങിയിട്ട് എന്ത് കാര്യം? A+ എന്ന ചിഹ്നത്തിന്റെ അർത്ഥം എന്താ? പ്ലസ് എന്താ? പ്ലസ് എന്ന് പറയുന്നത് കുത്തനെയുള്ള വര, വിലങ്ങനെയുള്ള വര അല്ല. ഈ വര X ആക്സിസും Y ആക്സിസും ആ. എന്താ X ആക്സിസ്? പരന്ന വായനയാണ്. X ആക്സിസ് ആഴത്തിലുള്ള ചിന്തയാണ് Y ആക്സിസ്. പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും മാത്രം പോരാ, കാലദേശബന്ധമാണ്. അറിവിനെ കാലത്തോടും ദേശത്തോടും അപ്ഡേറ്റ് ആവണ്ടേ? കാലം ഇങ്ങനെയും ദേശം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ പറയുന്ന മലയാള ഭാഷയാണ്. മലയാള ഭാഷ ഞാൻ കണ്ടുപിടിച്ചതല്ലല്ലോ, എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചതല്ല, എഴുത്തച്ഛൻ കണ്ടുപിടിച്ചതുമല്ല. 9-ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും തൂലികത്തുമ്പിലൂടെ, നാരായത്തുമ്പിലൂടെ, നാവിൻ തുമ്പിലൂടെ, പേനത്തുമ്പിലൂടെ കൊണ്ടുവന്നതാണ് ഈ ഭാഷ. അത് കാലത്തിലൂടെ വന്ന Y ആക്സിസ് ആണ്. ആ ഭാഷ ഞാൻ നിങ്ങളോട് പറയുന്ന എൻ്റെ തൊണ്ടയിൽ ഒച്ചയാണ്. ആ തൊണ്ടയിൽ ഒച്ച നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു? തൊണ്ടയിൽ ഒച്ച ശബ്ദോർജമാണ്. ഈ ഊർജം ആന്ധ്രയിൽ ഉദിച്ച സൗരോർജമാണ്. ആന്ധ്രയിൽ കഴിഞ്ഞ വർഷം ഉദിച്ച സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങളെ അവിടെ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോ സിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജമുണ്ടാക്കി, നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് ചളവറ പോകുന്ന വഴിയിൽ സുരേഷ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന അരി അരച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചുട്ട 5 ഇഡ്ഡലി ഞാൻ രാവിലെ തിന്നതിൻ്റെ ഊർജ്ജം എൻ്റെ തൊണ്ടേന്ന് കേൾക്കുന്ന ഒച്ച. ദേശത്തിലൂടെ വന്ന ശബ്ദോർജവും കാലത്തിലൂടെ വന്ന ഭാഷയും. ഞാൻ പ്രസംഗിക്കുന്നത് പ്ലസ് ആയോ? നമ്മുടെ ജീവിതം A+ ആവണമെങ്കിൽ നമ്മുടെ നാടിനോടും നമ്മുടെ കാലത്തോടും കണക്ട് ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്തതാണ്. അവർ ഏതോ സ്വപ്ന ലോകത്തേക്ക് പോകുന്നു. ഞാനിവിടെ പ്രിൻസിപ്പളിനോട്, ഡയറ്റിന്റെ പ്രിൻസിപ്പളിനോടും ഇവിടുത്തെ PTA പ്രസിഡന്റിനോടും സംസാരിക്കുകയായിരുന്നു. ഈ പാരമ്പര്യം നമ്മുടെ കുട്ടികൾക്ക് അത് മൂല്യമായി മാറുന്നുണ്ടോ? അവരുടെ മുഖം വിവർണമായി. ഇത്രയും വലിയ മഹത്തായ പാരമ്പര്യമുള്ള വിദ്യാലയത്തിൽ പഠിച്ചതിന്റെ ഗുണം നമ്മുടെ ന്യൂ ജനറേഷൻ ഉണ്ടാവുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ടാകുന്നില്ല എന്നവർ പറഞ്ഞിട്ടില്ല, എന്ന കുറവാണ്. അവർക്കെന്താണ്? അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്കെന്താണ്? അവർക്ക് ശരീരം മതി, ഭക്ഷണം മതി. ഭക്ഷണം മാത്രം ആയാ ആ ശരീരത്തിന് ഭക്ഷണം പോരാ. ശരീരം പദാർത്ഥല്ലേ? ശരീരം പദാർത്ഥല്ലേ? പദാർത്ഥത്തിന് തൃപ്തിപ്പെടുത്താൻ കവിതയ്ക്ക് കഴിയോ? കവിതേന്റെ കടലാസ് പേരാറ്റിൻ വക്കിൽ കലാമണ്ഡല പെരുവഴിയിൽ എന്ന് പറഞ്ഞാൽ വള്ളത്തോണ്ട് അതിമനോഹരമായ ഒരു കവിതയുണ്ട്, ജയേന്ദ്രൻ പാടിയ പാട്ട്. ആ കവിത കടലാസിൽ എഴുതിയിട്ട് തിന്നാല് വിശപ്പ് മാറൂലല്ലോ. നബുജ്യതേ വ്യാകരണം ക്ഷുത്താതുരൈ പിപാസിതോ കാവ്യരസനപീയതേ ന വിദ്യയാകേന ചതിദ്രുതം കുലം ഹിരണ്യമേവാർജയാ നിഷ്ഫലാകലാ. ഞാൻ പണ്ട് 10ാം ക്ലാസ് പഠിച്ച ഹിരണ്യമേവാർജയ എന്ന് പറഞ്ഞ പാഠം പഠിച്ചവർ എത്രയുണ്ടോന്ന് കൈവക്കിയട്ടെ. ഹിരണ്യമേവാർജയ പഠിച്ചവര് കുറെ ആൾട്ടാവില്ലേ? അല്ലേ? മാഘൻ എഴുതി വെച്ചതാ. വ്യാകരണം വിശക്കുന്നവന് വ്യാകരണം വിശപ്പ് മാറ്റുന്നില്ല. ദാഹിച്ചു വരുന്നവന് കാവ്യരസം ദാഹം മാറ്റുന്നില്ല. വിദ്യ കൊണ്ട് കുലത്തെ സമുദ്ധരിക്കാനാവുന്നില്ല. ഹിരണ്യമേവാർജയ, പൈസ ഉണ്ടായിക്കൊള്ളുക, കല കൊണ്ട് പ്രയോജനമില്ല എന്ന് അന്ന് എഴുതി വെച്ച. കാരണം അന്ന് രാജാക്കന്മാർ എന്തെങ്കിലും കൊടുത്താൽ മാത്രമല്ലേ ഉള്ളൂ കവികൾക്ക്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് കലാകാരന്മാർ വലിയ പൈസക്കാരാ. അപ്പോ നമ്മൾ ഈ കവിത തിന്നാനും പറ്റില്ലല്ലോ, പാട്ട് കുടിക്കാൻ പറ്റില്ലല്ലോ. ശരീരത്തിന് എന്ത് വേണം? ഭക്ഷണം വേണം. ഭക്ഷണം എന്താ? പദാർത്ഥമാണ്. എന്ത് പദാർത്ഥ? ഖരം, ദ്രാവകം, വാതകം. അല്ലേ? ഖരം, ദ്രാവകം, വാതകം. അപ്പൊ ഈ ശരീരത്തിന് ലഹരിക്ക് വേണ്ടി പുറകെ ഓടുമ്പോ കുട്ടികൾ ഖരവും ദ്രാവകവും രാത്രിയിൽ 10 മണിക്കും 11 മണിക്കും ഹോട്ടലുകൾ അന്വേഷിച്ചോടുക. കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ തുറന്നത് പുസ്തകശാലകളല്ല, ഹോട്ടലുകളാണ്. ഓടിയിട്ട് അവിടുത്തെ ഇറച്ചി മീനെല്ലാം തിന്നുക. നമുക്കെല്ലാം മരണം വരെ പല പേരുണ്ടെങ്കിലും മരിച്ച ഒരു പേരേ ഉള്ളൂ. ഒന്നിക്ക് ശവം, അല്ലേ മയ്യത്ത്. അല്ലേ?
എന്നാ കോഴീൻ്റെ ഒരു ഭാഗ്യം നോക്കും, മരണം വരെ ഒരു പേരേ ഉള്ളൂ കോഴിക്ക്, മരിച്ച 28 പേരാ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച് 28 മോഡൽ കോഴിയുണ്ട്. ഇത് മുഴുവൻ കുട്ടികൾ തിന്നുക. അവരതിനു വേണ്ടി ഓടുക. ഓടുമ്പോ അതിൽ നിന്ന് തൃപ്തി കിട്ടാതിരിക്കുമ്പോ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. പണ്ടൊരു കണക്കുണ്ടായിരുന്നു, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. ഒരുത്ത കോപ്പി അടിച്ചിട്ട് മാഷ് പിടിച്ചു. അപ്പൊ മാഷോടോൻ പറഞ്ഞു, ഇതാ മാഷ് ഏറ്റവും എളുപ്പ വഴിയെന്ന്. കോപ്പി അടിക്കൽ. എളുപ്പ വഴിയിൽ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ എന്തു മാർഗം? ഖരം, MDMA, ഖരം, മനസ്സിലായോ? ദ്രാവകം, കുപ്പി, മദ്യം, വാതകം, കഞ്ചാവിന്റെ പുക. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇല്ല A+ ആയിട്ടും ഇതിന്റെ പുറകെ പോകുന്നത്? അവന്റെ ശരീരത്തെയാണ് നമ്മൾ വളർത്തുന്നത്. അച്ഛനമ്മമാരുടെ, നാട്ടുകാരുടെ പ്രധാന ജോലി ഇവനെന്താ പഠിപ്പിക്കാൻ ലക്ഷ്യം വെക്കുന്ന എന്താ? അനന്തതകളല്ല, ആകാശങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല. അവന് ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് ശമ്പളം വാങ്ങുക, ശമ്പളം വാങ്ങിയിട്ടോ വീടെടുക്കുക, വീടെടുത്തിട്ടോ നല്ല ഭക്ഷണം കഴിക്കുക, എന്നിട്ടോ കടന്നുറങ്ങുക. ഇതാണോ മനുഷ്യൻ? ഈ ഒരു പരിമിതമായ ലോകം സ്വപ്നം കണ്ടതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് പറ്റിയത്. ഉദ്ദാലകാരിണിയുടെ ക്ഷേതകേതുവിന്റെ കാലഘട്ടത്ത് അധ്യാപകരുണ്ടായിരുന്നു. എന്താണ് അധ്യാപകൻ? അധ്യാപകൻ എന്ന വാക്കിന്റെ അർത്ഥം, ഡയറ്റിന്റെ പ്രിൻസിപ്പിൾ ഇവിടെയുണ്ട്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് തനിക്കറിയുന്നത് പഠിപ്പിക്കുന്നവരും പാഠപുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുന്നവരും അധ്യാപകനല്ല. അതുമാത്രം പഠിപ്പിച്ച അധ്യാപകൻ അസ്ഥിവാരത്തിൽ നിൽക്കുകയാണ്. അസ്ഥിവാരം പുറത്തേക്ക് ഉയർത്തണമെങ്കിൽ അധിയാപനം നടത്താൻ കുട്ടിയെ പ്രേരിപ്പിക്കണം. അധി എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ? 2024 അധിവർഷമായത് എങ്ങനെയാ? ഫെബ്രുവരി 29 ഉണ്ടായിരുന്നു, 366 ദിവസം ഉണ്ടായിരുന്നു, ഒരു ദിവസം കൂടുതലുണ്ട്. അതുകൊണ്ട് അധിവർഷം. അധി എന്ന് പറഞ്ഞാൽ കൂടുതലാ. യാപകൻ, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി തന്നേക്കാൾ മിടുക്കനായി തന്നെ തോൽപ്പിക്കുന്നവനാകുമ്പോഴാണ് അധിയാപകൻ ഉണ്ടാവുന്നത്. പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണ് അധിയാപകൻ ഉണ്ടാവുന്നത്. ഇന്നത്തെ കുട്ടികൾ ചെറുപ്പത്തിലെല്ലാം ഭയങ്കരന്മാരാ, ഭയങ്കര ബുദ്ധിയാണ്. കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി വയോജന ദിനത്തിന് എൻ്റെ നാട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമം, അപ്പൂപ്പൻ അമ്മൂമ്മ ഉപ്പാവ ഉമ്മാവ സംഗമം. നോക്കുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെ യോഗം വിളിച്ചാൽ ഒരാൾക്ക് 2 ആളിലെ മാക്സിമം വരൂ. അത് തന്നെ പെണ്ണുങ്ങൾ പോയിക്കോളൂ, ആണുങ്ങൾ ഇതൊന്നും എൻ്റെ പണിയല്ല എന്ന മട്ടിൽ അവർ വേറെ എന്തിനും പോകും. ഇത് നോക്കുമ്പോൾ ഒരു ചാൻസ് കിട്ടിയതാണ് സ്കൂളിൽ പോവാൻ. ഒരു കുട്ടിക്ക് 4 ആളുണ്ടാവുമല്ലോ. അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും ഉണ്ടാവും, അമ്മേൻ്റെ അമ്മയും അമ്മേൻ്റെ അച്ഛനും ഉണ്ടാവും. എല്ലാം ഇങ്ങ് വന്ന് ഇരിക്കാൻ സ്ഥലമില്ല. ടീച്ചർ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞു, മക്കളെ ഈ വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം കേട്ടോ. എന്നിട്ട് സ്ഥിരം പറയുന്ന ക്ലീശേ മുദ്രാവാക്യം പറഞ്ഞു, പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലൊരു കാലം പഴുത്തു വീഴുന്ന് ഓർക്കണ്ടേ? അതുകൊണ്ട് ചിരിക്കാവോ? അപ്പൊ കുട്ടികളെല്ലാം ഇല്ല, ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റിട്ട്, ടീച്ചറെ ഒരു സംശയം, എന്താ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാണ്ടിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. കുട്ടികളുടെ ചോദ്യം. എൻ്റെ മോൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 2-ാം ക്ലാസ് പഠിക്കുമ്പോൾ അപ്പുറത്തെ ഗോയിനാട്ടനെ എല്ലാവരും ഗോയിനാന്ന് വിളിക്കുന്ന കേട്ടിട്ട് എൻ്റെ അമ്മ ഗോയിനാന്ന് വിളിക്കുന്നിട്ട്, ഗോയിനാ ഇങ്ങ് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താടാ? മൂത്താളെ പേരെ വിളിക്കുക, ജ്യേഷ്ഠ ഏട്ടാന്ന് വിളിക്കണ്ടേ അല്ലേ? അമ്മാവാന്ന് വിളിക്കണ്ടേ? അന്നേരം മൂത്താളെ അമ്മാവാന്ന് വിളിക്കണ്ടേ? അച്ഛൻ ഞാൻ പറഞ്ഞു, ആ വിളിക്കലുണ്ട്. ഏടുന്ന്? അച്ഛനേക്കാൾ 2000 കൊല്ലം മൂത്തല്ലേ ശ്രീരാമൻ. എന്നിട്ട് ശ്രീരാമേട്ടാന്ന് വിളിക്കലുണ്ട, ശ്രീകൃഷ്ണേട്ടാന്ന് വിളിക്കലുണ്ട, ശ്രീകൃഷ്ണ കൃഷ്ണ രാമ എന്നല്ലേ വിളിക്കലുള്ളൂ എന്ന് എൻ്റെ മോൻ ചോദിച്ചാ. നമ്മുടെ കുട്ടികൾ ഭയങ്കര ബുദ്ധിയാണ്, അതിയാപനം നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സംഗമം ചേർന്നിട്ട് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട്, ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, അവർക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്താ? ഈ ശരീരവും മനസ്സും തമ്മിലുള്ള യുദ്ധത്തിൽ ആമയും മുയലും പന്തയം വെച്ച പോലത്തെ ഒരു അവസ്ഥ വരുന്നുണ്ട്. ആമയും മുയലും പന്തയം വെച്ച കഥ കേൾക്കാത്ത ലോകത്ത് ഒരു കുട്ടിയുമില്ല. എല്ലാ സ്കൂളിലും ലോകത്തെല്ലാവരും പഠിച്ചതാണ്. മുയൽ കുതിച്ചോടി തിരിഞ്ഞു പോകുമ്പോൾ ആമ വളരെ മെല്ലെ വരിക. നേരത്തെ പോയിട്ട് 2 മെഡൽ കിട്ടൂലല്ലോ, അതുകൊണ്ട് ഒന്ന് വിശ്രമിക്കാം. അങ്ങനെ വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോൾ ആമ പോയി സമ്മാനം വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് മാഷന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ തീർന്നു. പക്ഷെ ഈ കഥയെ നമുക്കൊന്ന് ഡീകൺസ്ട്രക്ഷൻ നടത്തണ്ടേ, ഒരു പുനർവായന നടത്തണ്ടേ? ഈ ആമ എന്ന് പറയുന്നത് നമ്മളെ ശരീര, മുയൽ എന്ന് പറയുന്ന മനസ്സാ.
നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലിയല്ലേ വളരും. മൃഗങ്ങളെ അപേക്ഷിച്ച് ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടില്ലേ? നിങ്ങൾ ആരെങ്കിലും പെറ്റിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കളുണ്ട്? 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടേ, കുമ്പിട്ട് കിടക്കേ. LKG അങ്ങനെ വാടി പോകുമ്പോൾ 3 വയസ്സായിട്ടില്ലേ? എന്നാൽ 3-ാമത്തെ വയസ്സിൽ ആ പശുക്കുട്ടീനെ ചെന്ന് നോക്കിയാട്ടെ, പ്രസവിച്ചിട്ടൊരമ്മയാ. മുലയൂട്ടും നമ്മ. ഇവിടുത്തെ 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളെ നോക്ക്, 15 വയസ്സ്. 15 വയസ്സിൽ പശുവായിട്ടാണെങ്കിൽ 12 പെറ്റിട്ട് പ്രസവം നിർത്തിയിട്ടുണ്ടാവും ഇല്ലേ? നമ്മുടെ ശരീരം ആമയെപ്പോലെ മെല്ലെ വളരൂ. പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പല വട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. നമ്മൾ മെല്ലെ വളരും. പക്ഷെ മനസ്സോ എന്തൊരു ബുദ്ധിയാണെന്നറിയോ കുട്ടികൾക്ക്. അത് നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് 600-ൽ 360 മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 60%. ഇന്ന് നിങ്ങളെ മക്കളോട് ചോദിച്ചു നോക്കട്ടെ, 60%. A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും ബിയാ. ആർക്ക് വേണോ? അന്ന് ഡിസ്ട്രിക്ഷൻ കിട്ടിയ രാജാവ് സ്കൂൾ 80% മാർക്ക് കിട്ടിയ 600-ൽ 450. ഇപ്പോ ഒരു വിഷയത്തിൽ A+ പോയാൽ മതി, അപ്പുറത്തെ ആള് ചോദിക്കും എനിക്ക് A+ ഇല്ല, നീ തോറ്റുപോയോ എന്ന മട്ടില്ല. ഒരു വിഷയം ബാക്കി എല്ലാത്തിലും 90%, ഒന്നിൽ 89% ആയാലും തോറ്റുപോയോ എന്നുള്ള മട്ടില്ല. ഈ ചോദിക്കുന്ന രമേശൻ SLC 210 കിട്ടാണ്ട് തോറ്റ വിദ്വാനായിരിക്കും. എന്തൊരു പഠിപ്പാ കുട്ടികള്, ഭയങ്കര ബുദ്ധിയാ, കുതിച്ച് ഓടുകയാ മുയല്. പക്ഷേ ഒരു നിശ്ചിത പ്രായത്തുമ്പോണ്ടല്ലോ ഈ മുയലങ്ങ് ഉറങ്ങുന്നില്ലേ? ആ മുയലിന് താല്പര്യം എന്താ? മുയൽ ഉറങ്ങുക, ശരീരം ശരീരം മുയലിനെ ഓവർടേക്ക് ചെയ്യുക. കാരണം രാക്ഷസന്മാര് വരെ കുടിക്കാത്ത വെള്ളം വേണം കുട്ടിക്ക്. നമ്മൾ കുംഭകർണന് ചോര കുടിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. രാവണനും കുംഭകർണനും പ്രഹസ്തനും അസുരന്മാരെല്ലാം ചോര കുടിക്കലുണ്ട്. പക്ഷെ ഒരു രാക്ഷസനും കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടില്ല. നമ്മളെ പിള്ളേർ ഇല്ലൂമിനാട്ടി കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചിട്ട് ഹരിശ്രീ കുറിച്ചവന് നിന്നെ പഠിച്ചവന് 10-ൽ 10 മാർക്ക് എന്ന് പറഞ്ഞ് തുള്ളുക. ഈ വർഷത്തെ ന്യൂ ഇയറിന്റെ DJ ഡാൻസ് മുഴുവൻ അതായിരുന്നു. ആ DJ ഡാൻസ് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പൂവച്ചൽ സ്കൂള് പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചു, പള്ളക്ക് കത്തി കയറ്റി. +1-കാരനും +2-കാരനും. കേരളത്തിലെ 300ഓളം വിദ്യാലയങ്ങൾ ഇടയ്ക്ക് ഓരോ ദിവസം ഓരോ ആഴ്ചകളും ഈ 2 ആഴ്ചകളും +1 വരുന്ന ദിവസം +2 ഇല്ല, +2 വരുന്ന ദിവസം +1 ഇല്ല. അടി. ഈ പ്ലസ് പറഞ്ഞ ഇങ്ങനെ അടിക്കാനാ? A+ അടിക്കാനാണ് കോളേജിലും സ്കൂളും പോകുന്നതെന്നുള്ള ധാരണ. എന്താ പറ്റിയേ? കുട്ടികളെ കുറ്റം പറയണ്ട. അവന്റെ ശരീരത്തിലെ ഹോർമോൺ മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. എപ്പാ നമുക്കെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ലേശം പ്രേമെല്ലാം വരും. കാരണം അന്നത്തെ ഭക്ഷണം എന്നാ ഹോർമോൺ ഉണ്ടാക്കുന്നത്. ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൽ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൽ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാകാനാ? അതുകൊണ്ട് അഥവാ പ്രേമം വന്നെങ്കിൽ പോലും പറയാൻ പേടിയായിട്ട് ആരാദ്യം പറയും എന്ന് പറഞ്ഞ് മിണ്ടാണ്ട് പോയി. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഫോട്ടോഗ്രാഫിൽ കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂലെന്ന് എഴുതിയിട്ട് പോയി. വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല. പിന്നെ പാള കീറിയും പോയി, മോര് മറിഞ്ഞും പോയി, ഒരു വിവരവും ഇല്ല. ഇപ്പൊ നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ പഴയ ഹോർമോൺ എല്ലാം തിരിച്ചു വരാൻ തുടങ്ങി. അപ്പത്തെ പുറപ്പെട്ട് ഏടിയാ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ താപ്പി ഇറങ്ങി. എല്ലാവരും ഇറങ്ങി. എത്രയാ നല്ലതാട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആയുസ് കൂടുന്നുണ്ട് എന്നൊരു പഠന റിപ്പോർട്ട് ഉണ്ട് കേട്ടോ. കാര്യം പറഞ്ഞ എന്താണെന്നറിയോ? ഒറ്റക്കിങ്ങനെ ആരും ഒന്നും ഇല്ലാതെ എപ്പോഴും ഒരേ മുഖവും കണ്ടിട്ട് എപ്പോഴും പ്രാക്ക് കേട്ടിട്ട് പെണ്ണുങ്ങളെല്ലാം സ്ഥിരം കേൾക്കും. എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഒരു നല്ല വാക്ക് പറയൂല. എപ്പോഴും ഈ ഒരാൾ പറയുന്നത് കേട്ട് മക്കൾ പറയുന്ന കുറ്റപ്പെടുത്തലും കേട്ട് ഇരിക്കുമ്പോൾ രാത്രിയിൽ ഒരു 8-9 മണിക്ക് ശേഷം ഹായ് ഹൂയ് എന്നെല്ലാം പറഞ്ഞ് വാട്സപ്പിൽ ഒരു ഇടപെടലിടുമ്പോൾ ഒരു രസമല്ലേ, നല്ലല്ലേ? അപ്പോൾ ആയുസ് കൂടുന്നുണ്ട്. ഇപ്പം ചിരിക്കാൻ തുടങ്ങി. ചിരിക്കാത്തവരെല്ലാം ചിരിക്കാൻ തുടങ്ങി. ആയുസ് കൂടുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും പോവാണ്ട് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടീമുണ്ട്. ഞാനും പോക്കാം, നിങ്ങളും പോക്കാം. ഇതിലൊന്നും വരില്ല. മസിൽ പിടിച്ച് നിൽക്കുന്നത് അവർ വേഗം അടിച്ചു പോകും. ഇതിലൊന്നും വരാത്ത കുറച്ച് ടീമുണ്ട്.
അവരാണ് പ്രചരണം അടിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പോയിട്ട് 2200 അമ്മമാര് വീട്ടമ്മമാർ ഒളിച്ചോടിയെന്ന് കണ്ടില്ല വാട്സപ്പിൽ പ്രചരിക്കുന്നത്. ഒരു യാഥാർത്ഥ്യവും ഇല്ലാത്ത 2200 പോയിട്ട് 200 അമ്മമാർ ഒളിച്ചോടിയില്ല. ആകെ കഴിഞ്ഞ കൊല്ലം 2024 ഒളിച്ചോടിയ വീട്ടമ്മമാര് ആകെ 17 ആളാണ്. ആ 17 ആളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോയിട്ട് 4 ആളെ ഒളിച്ചോടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പോവാത്ത ടീമാ ഒളിച്ചോടിയത്. ഇത് ഒളിച്ചോടണമെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമൊന്നും വേണ്ട. കാരണം അങ്ങനത്തെ തീറ്റയല്ലേ ഇപ്പോ. നമ്മുടെ പിള്ളേരിപ്പോ നേരത്തെ തിന്ന് 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു MTയുടെ എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാ. കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി. അപ്പൊ കുയിലിനോടും മയിലിനോടും കോടിക്കസവണിഞ്ഞാടിയുലയുന്ന കുളിർനീലാവേ നിനക്കുമുണ്ടോ എന്നെ പോലെ പറയുവാനരുതാത്ത സ്വപ്നങ്ങൾ. കാണാൻ തുടങ്ങുക. നേരത്തെ 5ാം ക്ലാസ് UP സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാ. അതിന്റെ കാരണം എന്താ? ഏതാ എണ്ണ, ഏതാ വെളിച്ചെണ്ണ, എത്രയാ ഇറച്ചി, എത്രയാ മീൻ. അവരുടെ ഹോർമോൺ മാനേജ്മെന്റ് കഴിയുന്നില്ല. അവരുടെ മനസ്സുറങ്ങി ഏടുന്നെങ്കിൽ ഒരു ചെക്കനൊന്ന് ചിരിച്ചു കാണിച്ചാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഉറക്കുണ്ടാവില്ല. അടുത്ത ദിവസം പോയി പോല്ല മോളെ എന്ന് പറയേണ്ട ആ മുയലില്ലേ ഉറങ്ങി. സംസ്കാരത്തിന്റെ മുയല്. അങ്ങനെ പോകാൻ പറ്റില്ലെന്ന് മനസ്സ് പറയണ്ടേ? പോറ്റി വലുതാക്കി അമ്മയും അച്ഛനെയും കരയിക്കാവോ? പറയണ്ടേ? അച്ഛനും അമ്മയുടെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയാവോ? മറ്റെല്ലാവരും നമ്മളെ കണ്ടിട്ടേ സ്നേഹിച്ചിട്ടുള്ളൂ. നമ്മൾ ജനിക്കുന്നതിന് 7 മാസം മുമ്പേ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാര്? നമ്മുടെ അച്ഛനമ്മമാര്. ആ അമ്മ എന്താ മാതൃത്വം, അതിന്റെ മൂല്യം എന്താ? ചേർത്ത് പിടിക്കുമ്പോ ആ കൈ ഷോക്ക് അബ്സോർബർ, ആ കുട്ടി കുലുങ്ങാതെ ഉറങ്ങുന്ന കുട്ടിയെ കൊണ്ടുപോയി കിടത്തുന്ന കണ്ടിട്ടുണ്ടോ? മുട്ടേന്റെ മേലെ കോഴി പൊരുത്തിലിരിക്കും പോലെ ഒരു ഇരിപ്പുണ്ട്. ആടെ ഇരുന്നിട്ട് ഒരു പായി എടുത്താടി ഇട്ട് ഒരു തുണിയെടുത്താടി ഇട്ട് അതിൻ്റെ മേലെ കുട്ടീനെ കിടത്തിയിട്ട് ചന്തീൻ്റെ അടിയിൽ നിന്ന് കൈവലിക്കുന്ന സ്ലോ മോഷൻ ഒരു പുലിമുരുക സിനിമയിൽ ഉണ്ടാവില്ല ഈ സ്ലോ മോഷൻ. എന്നിട്ടൊരു പുതപ്പെടുത്ത് മേലെ ഇട്ട് തുടക്ക് 2 മുട്ടും മുട്ടി ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ എഴുന്നേറ്റ് മുടിയും കെട്ടി പടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഉണ്ട് തിരിഞ്ഞൊരു നോട്ടം എൻ്റെ കുഞ്ഞുമോൾ ഉറക്ക് തെളിയുന്നുണ്ടാവോളീ. ആ അരച്ചിരിയും ചിരിച്ചിട്ടുള്ള നോട്ടത്തിന്റെ സൗന്ദര്യം ഒരൈശ്വര്യ റോയിന്റെ ചിരിയിലും കാണൂല. ആ സൗന്ദര്യം കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കുട്ടീന്റെ അച്ഛനെ കൊച്ചെന്ന് വിളിക്കണം. മനസ്സിലായോ? എന്തൊരു സൗന്ദര്യമാണ്. ഉറങ്ങിക്കഴിയുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് 3 ലോകവും ഉറങ്ങണമെന്ന സ്വാർത്ഥതയുണ്ടാകും. വീട്ടുകാര് ശബ്ദമുണ്ടാക്കല്ലേ, നാട്ടുകാര് ശബ്ദമുണ്ടാക്കല്ലേ. എന്നുണ്ണിക്കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങ്, മൂലോകം മുഴുവൻ ഉറങ്ങ് ഉണ്ണി വാവാവോ. അല്ലേ? ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് കുയിലിന്റെ പാട്ട് നമുക്കിഷ്ടമാ, അമ്മക്ക് ഇഷ്ടമല്ല. കുയിലെ നിന്റെ പാട്ടിന്റെ വോളിയം കുറക്ക്, എൻ്റെ മോൻ ഉറങ്ങുക. നിലാവെളിച്ചം നമുക്കിഷ്ടമാണ്. നിലാവിന്റെ ശിശിരരശ്മികൾ ജാലകപ്പഴുതിലൂടെ കടന്നു വന്നിട്ട് ഉറങ്ങുന്ന കുഞ്ഞിന്റെ കൺപോളകളിൽ സ്പർശിച്ചിട്ട് അവന്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്ക് എന്ന് പറയും അമ്മ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. മറ്റുള്ളവരോട് മാത്രമല്ല അമ്മ പറയാ, സ്വന്തം ഹൃദയത്തോട് പറയും. നെഞ്ചോട് ചേർന്നിട്ട് എൻ്റെ കുട്ടി ഉറങ്ങുക. ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. താരാട്ടിനനുയാത്ര നിദ്രതൻ പടിവരെ, താമരമലർമിഴി അടയും വരെ. ആ മലർമിഴി അടഞ്ഞുപോയി. ഇത് പാടിയത് കേരളത്തിലെ മാതൃത്വത്തിന്റെ ഏറ്റവും ക്ലാസിക് പാട്ടായി ഈ പാട്ട്. ആ കണ്ണുകൾ അടഞ്ഞല്ലോ, ഇന്നലേക്ക് അടഞ്ഞു പോയല്ലോ. അല്ലേ? ഇതാണ് അമ്മ. ആ അമ്മ
എന്നതിന്റെ മൂല്യം കുട്ടിക്കറിയാത്തതിന്റെ കാരണം കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്നല്ലാതെ ഇതൊരു പാട്ട് പാടുവോ? മാധവിക്കുട്ടീന്റെ നെയ്പായസം എന്ന് പറഞ്ഞൊരു കഥ. നെയ്പായസം വെച്ചു കൊടുക്കും, വായിക്കുവോ നമ്മൾ വീട്ടിൽ നിന്ന്? കുട്ടികളോട് വായിക്കാൻ പറയൂ, ഞാൻ കേൾക്കട്ടെ. നെയ്പായസം എന്ന കഥ വായിച്ച ഒരു കുട്ടിയും മാതൃത്വത്തെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടേ തള്ളൂല, ഉറപ്പ്. നമ്മളാണ് ഉത്തരവാദി, കുട്ടികളല്ല. കുട്ടികൾക്ക് നമ്മൾ ശരീരം കൊടുത്തു, മനസ്സ് കൊടുത്തു, ആർദ്രത കൊടുത്തില്ല. ആർദ്രത കൊടുത്തില്ല, സൗന്ദര്യബോധം കൊടുത്തില്ല, നിർവൃതിയുടെ അനുഭൂതിയുടെ പാഷണൽ കോഷ്യന്റ് കൊടുത്തില്ല. അവന് സ്വപ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ല. അവൻ തൊഴുന്നത്, രാവിലെ എഴുന്നേറ്റ് ആദ്യം തൊഴുന്നത് ഒരു ബിംബത്തെയാണ്. ഏത് ബിംബത്തെയാണ്? പണ്ട് യാമശങ്കുലിവാനിലുണർന്നു സോമശേഖര ബിംബമുണർന്നു. ചന്ദ്രബിംബത്തെയും സൂര്യബിംബത്തെയും കണി കാണിക്കാൻ രാവിലെ വാതിൽ തുറക്കുമായിരുന്നു പണ്ട്. ഇപ്പൊ വാതിൽ തുറക്കുന്ന പരിപാടിയില്ല. കുട്ടികൾ കണി കാണുന്നത് ഒരു ബിംബത്തെയാണ്. യൂറോപ്യൻ ക്ലോസറ്റ് ആ ബിംബത്തെ പ്രതിഷ്ഠിക്കുക, നേരെ അതിനെയാ കാണുന്നത്. ആ ബിംബത്തെ നമ്മുടെ കുട്ടികൾ കണി കാണുന്നത്. പ്രകാശത്തെ കണി കാണുന്നില്ല, വാതിൽ തുറക്കുന്നില്ല. പ്രഭാതത്തെ, ഏറ്റവും കേരളത്തിന്റെ ഏറ്റവും നല്ല മോട്ടിവേഷൻ ശ്ലോകം പാട്ടേതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുപ്രഭാതം 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 സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യാം ഉഷസിന് അല്ലേ വെള്ളിച്ചാമരം വീശുന്ന മേഘങ്ങളെ. ഒരിക്കൽ പോലും ഊട്ടിയിൽ പോയിട്ടില്ലാത്തൊരു മനുഷ്യനാണ് ദൊടവട്ട പീക്കിന്റെ ചുറ്റുവട്ടം പാറിക്കളിക്കുന്ന, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മുഖത്ത് ജ്വലിക്കുന്ന മുഖമുള്ള മേഘങ്ങൾ, നീലഗിരിയുടെ സുഹൃത്തുക്കളെ സഖികളെ എന്ന് പാട്ടുപാടിയ വയലാറ് ഒരിക്കൽ പോലും ഊട്ടിയിൽ പോകാണ്ടായ അദ്ദേഹം എഴുതിയത് അല്ലേ? ആലോചിച്ചു നോക്കൂ. 1000 താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ. നിന്റെ നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചോടിച്ചോട്ടെ. ആ കുട്ടികൾക്ക് ആഹാഹാ ഓഹോഹോ എന്ന പാട്ടിന് പകരം ഇല്ലൂമിനാട്ടി അല്ലേ? വേണ്ടെന്നല്ല, അതെല്ലാം പാടിക്കോട്ടെ. പക്ഷെ അതിന്റെ അർത്ഥം ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടുണ്ടായിരുന്നു. മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. ഈ കല്യാണം എന്ന് പറഞ്ഞ പരിപാടിയെ പോക്ക. മംഗല്യം തന്തു എന്ന് പറഞ്ഞാൽ നൂലുമ കെട്ടിയിട്ട് താലി കെട്ടുന്ന കല്യാണം കൊണ്ട് ജീവിതം തുന്തനാനേന, തൊലഞ്ഞു പോവും. അതുകൊണ്ട് എന്താ വേണ്ട? ആ പാട്ടിറങ്ങിയതിന് ശേഷം ഒരു പുതിയ ട്രെൻഡ് വന്നു, കേട്ടിട്ടാ? കല്യാണം, മാല, പന്തല്, അച്ഛൻ, അമ്മ, നിശ്ചയക്കാര്, കുടുംബക്കാര്, നിക്കാഹ് ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനും ഇഷ്ടപ്പെട്ട ഏടിങ് ഫ്ലാറ്റ് എടുക്കുക, വാടക റൂം എടുക്കുക, ആടെ എത്തി ഇണചേർന്ന് രമിക്കുക, മടുക്കുമ്പം തിരിഞ്ഞു പോവുക, പിരിഞ്ഞു പോവുക. ലിവിങ് ടുഗദർ, അതിന്റെ പാട്ടാ അത്, ലിവിങ് ടുഗദർ. ഞാൻ ചോദിക്കുക, ഇതിൽ ഇണചേർന്നിട്ട് ഉണ്ടാകുന്ന മക്കളെ അവൻ്റെ അച്ഛൻ നോക്കൂ. പഞ്ചായത്ത് പ്രസിഡന്റുമാരെ നീ ചെയ്യേണ്ടത് ലിവിങ് ടുഗദറിന്റെ കുട്ടികളെ അതിലുണ്ടായ കുട്ടികളെ പോറ്റാൻ അനാഥ മന്ദിരങ്ങൾ തുടങ്ങേണ്ടി വരും. ഇവിടെ കുടുംബ ബന്ധത്തിന്റെ ആർദ്രതയും അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മായി, ഏട്ടൻ, അനുജൻ എന്ന സ്നേഹബന്ധവും ഒന്നും ഇല്ല. പിന്നെ മനുഷ്യനെന്താ? പക്ഷിമൃഗാദികളെ പോലെ ഇണചേരാൻ വേണ്ടി ജീവിക്കുന്ന ജന്തുക്കളാണോ നമ്മൾ? ഇങ്ങനെ പോകുന്നു. കുട്ടികൾക്ക് അറിവ് നന്നായി കൂടുന്നു, നല്ല ഓപ്പറേഷനെല്ലാം വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി ബാക്കിയാകുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആയിട്ടെന്താ കാര്യം? അതുകൊണ്ട് നമുക്ക് ഈ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. അധ്യാപകരെയും പാഠപുസ്തകത്തെയും കുറ്റം പറയണ്ട. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളും നമ്മുടെ കുടുംബ ബന്ധങ്ങളും കുട്ടികൾക്ക് അനുഗുണമായി സംസ്കാരത്തിന് പരിപൂരിതമാക്കുന്ന അന്തരീക്ഷം ഒരുക്കുന്നില്ല. അതാണ് പ്രശ്നം. സംസ്കാരത്തിന്റെ അന്തരീക്ഷം ഒരുക്കണം. നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ കൈകോർക്കണം. നമ്മുടെ നാട്ടിലെ കുട്ടികളെ കൂട്ടിച്ചേർക്കണം. അവരെ ചേർത്ത് പിടിക്കുന്ന നല്ല കുട്ടികളാണ് അവര്. കോവിഡ് കാലം വന്നപ്പോ ചെറുപ്പക്കാരുടെ ശക്തി നമ്മൾ കണ്ടില്ലേ? എല്ലായിടത്തും പട്ടിണിയില്ലാതെ ഭക്ഷണം എത്തിച്ചു കൊടുത്ത എനർജി അവരുടെ കയ്യിലുണ്ട്. ആ എനർജിയിൽ അല്പം സംസ്കാരത്തിന്റെ പരിപ്രേക്ഷ്യം ഉണ്ടാക്കി കൊടുക്കാൻ,
പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ ഒത്തുചേർന്ന് നമുക്ക് നല്ല ഭക്ഷണമായിരുന്നു, നല്ല സന്തരീക്ഷമായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയാൽ പോരാ. തുടരണം. നമുക്ക് പുതിയ തലമുറയോട് സംവദിക്കണം. നമുക്ക് അവരോട് സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ വേണം. ഈ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാവാത്തതിൻ്റെ പ്രശ്നമാണ്. എന്താ സോഫ്റ്റൻ? രാവിലെ തന്നെ കുട്ടികളെ വിളിക്കുന്നത് എന്താ? രാക്ഷസീയമായ ശബ്ദ, നിഷാദം. നിഷാദം അറിയില്ലേ? സപ്തസ്വരങ്ങളിൽ നിഷാദം, ഉച്ചസ്ഥായി ശബ്ദ. നിഷാദനാരാ? കാട്ടാളൻ. നിഷാദത്തിൽ കുട്ടികളെ വിളിച്ച കാട്ടാള സ്വഭാവം ഉണ്ടാവും. രാവിലെ എങ്ങനെയാ കുട്ടികളെ വിളിക്കുക? സ്കൂൾ ബസ് വരേണ്ട സമയമായി, ഭക്ഷണമായിട്ടില്ല, ഇവനാണ് ഗണിയിട്ടിട്ടില്ല, നിഷാദ. അതിനു പകരം മെല്ലെ പാലാഴിത്തു മങ്കേ മോനെ എണീക്കുന്നില്ലെന്ന് പറയണ്ടേ അല്ലേ? മെല്ലെ വിളിക്ക്, ഒരു കൈ വെച്ചിട്ട് വിളിക്ക്. നിങ്ങളും മക്കളും നമ്മളും സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ സോഫ്റ്റനാക്കണം. എങ്ങനെയാ ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ, ചപ്പാത്തി സോഫ്റ്റനാക്കാൻ പല മന്ത്രങ്ങളും സൂത്രങ്ങളുണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന്. ബന്ധങ്ങൾ സോഫ്റ്റനാവണം നമുക്ക്. എന്താണ് മാർഗം? SOFTEN സ്പെല്ലിംഗ് അറിയാലോ? SOFTEN. എസ് എന്ന് പറഞ്ഞാൽ സ്മൈല. ഒന്ന് പുഞ്ചിരിക്കാൻ പഠിക്കുക, മാസിൽ പിടിക്കുക. ചിരിക്കുന്നില്ല ആളുകൾ. പൊട്ടിച്ചിരി ബാലങ്കേ നായരും ജോസ് പ്രകാശും ഗീരിക്കാടൻ ജോസും ചിരിച്ചോട്ടെ, നമുക്ക് പുഞ്ചിരിച്ചൂടെ? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പ്രസാദം വദനത്തിങ്കൽ, കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ഉണ്ടാക്കണ്ടേ? ഇത് രാവിലെ തന്നെ പിലാവെന്ന് വീണ പഴഞ്ചക്ക പോലെയാക്കിയിട്ട് ഇങ്ങനെയാ വരിക. രാവിലെ തന്നെ ഇസ്രായേലിലും ഗാസയിലുള്ള പട്ടാളക്കാരെ പണിയാ. അവര് 3 മിസൈലിന് തീ കൊടുത്തിട്ടേ പല്ല് വരെ തേക്കാൻ പോകുന്നുള്ളൂ. നമ്മളെന്താ രാവിലെ എണീറ്റാ നേരെ പോയിട്ട് ടിക്ക് 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 3 തീ കൊടുക്കല, എന്നിട്ട് വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ചു. ശരീരത്തിന് ഭക്ഷണം കൊടുക്കല. ശരീരത്തിന് ഭക്ഷണം ശരീരത്തെ പോറ്റാനല്ല, ശരീരത്തെ കൺട്രോൾ ചെയ്യാനാ സംസ്കാരം നമ്മളോട് പറഞ്ഞ്. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യത്തെ ചടങ്ങ് 28ാമത്തെ ദിവസം പേര് വിളിക്കുമല്ലോ. അന്ന് 28ന്റെ കണക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല. 820 AD 825 മുമ്പ് മലയാളിക്ക് ഡേറ്റ് ഇല്ല, അറിയോ? മലയാളിക്ക് AD 825 മുമ്പ് മലയാള മാസവും നക്ഷത്രമേ ഉള്ളൂ. നക്ഷത്രങ്ങളുടെ പേരാ ഡേറ്റ്. ഈ നമ്മളെ കലണ്ടർ വന്നത് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമല്ലേ? അതിന് മുമ്പ് മലയാളിക്കത്തെ കലണ്ടർ എന്നറിയാവോ? മലയാളീൻ്റെ സ്വന്തം കലണ്ടർ അറിയാവോ? കൊല്ലത്ത് വെച്ച് ഉണ്ടാക്കിയ കലണ്ടറാ. പഞ്ചാംഗം നമ്മളെ സ്വന്തം കലണ്ടർ, പുസ്തക രൂപത്തില്ല, ചുമരുമ തൂക്കുന്നതല്ല. ഈ പഞ്ചാംഗം വന്നത് 825 എന്ന് പറഞ്ഞാൽ കൃത്യം 1200 കൊല്ലായി. അതുകൊണ്ടാണ് ഈ വർഷം നിങ്ങൾ കലണ്ടർ നോക്കൂ, കൊല്ലവർഷം 1200 ആയത്. അതിന് മുമ്പ് 27 ദിവസമേ ഉള്ളൂ നമുക്കൊരു മാസത്തിന്. അശ്വതി മുതൽ രേവതി വരെ 27 ദിവസം. 12 മാസവും 27 ദിവസവും കൊണ്ട് നമ്മൾ കഴിഞ്ഞു പോയി, അറിയോ? ഗുണിച്ച് 12 ഗുണിക്കണം 27 സമം 324 ഉള്ളൂ. 365 ദിവസം വേണ്ടേ ഭൂമി സൂര്യനെ ചുറ്റാൻ? നമുക്ക് 324 ഉള്ളൂ. അപ്പൊ ഈ വട്ടം കംപ്ലീറ്റ് ആവുന്നില്ലല്ലോ. കാലഗണനയിൽ വട്ടം കംപ്ലീറ്റ് ആകാൻ, വട്ടത്തിന് മണ്ഡലം എന്നല്ലേ സംസ്കൃതത്തിൽ പറയാ. ഈ മണ്ഡലം കംപ്ലീറ്റ് ആകാൻ എത്ര ദിവസത്തിന്റെ കുറവുണ്ട്? 365 മൈനസ് 324 സമം 41. അതാ മണ്ഡലകാലം. മനസ്സിലായോ? 41. ഈ കുറവ് ആടെ കൂട്ടിയതാ. മണ്ഡലകാലം 41. അതിന് മുമ്പ് നക്ഷത്ര. ഇവിടെ ഒരു 50 വയസ്സ് കഴിഞ്ഞ് 55 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും 3 പിറന്നാൾ ആഘോഷിക്കാൻ, കേക്ക് മുറിക്കാൻ ചാൻസ് ചെയ്യാൻ പറയട്ടെ. 3 ദിനവും നമുക്ക് ആഘോഷിക്കാം. ഒന്ന് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഡേറ്റ് ഇംഗ്ലീഷ്. 2 മലയാള മാസവും നക്ഷത്രവും. മേടമാസം മകൻ നക്ഷത്രത്തിൽ എൻ്റെ അമ്മ പായസം വെക്കും. വേറെ ഒരു ദിവസം നമുക്ക്. 3-മത്തത് LP സ്കൂൾ ഹെഡ്മാഷ് നിശ്ചയിച്ച ഒരു ദിവസം ഉണ്ടാവും. എന്നെ സ്കൂളിൽ ചേർക്കാൻ തൊടിയിക്കളം GLP സ്കൂളിൽ പോയപ്പോൾ ഹെഡ്മാഷ് ചോദിച്ചു, ആരാണ് എപ്പാടും ഇവനെ പ്രസവിച്ചിന്? അച്ഛൻ പറഞ്ഞു, പൊരളിമലയിൽ ഞങ്ങളൊരു പൊനംകൃഷി നടത്തിയിരുന്നു, അക്കൊല്ല ഇവനെ പെറ്റ്. അതേത് കൊല്ലാണ് പൊനംകൃഷി നടത്തിയത്? അത് കണ്ണവം പാലത്തിൻ്റെ കണ്ണടഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലേ, അക്കൊല്ല. ഇതേടുന്ന് മാഷക്കറിയൂ? ജൂണിൽ സ്കൂളിൽ ചേർക്കണമെങ്കിൽ 5 വയസ്സ് കഴിയണമെങ്കിൽ മെയ്യിൽ പ്രസവിക്കണം. അപ്പം മാഷ് നിശ്ചയിച്ചു നിന്റെ ജന്മദിനം May 4. അതാ എൻ്റെ SLC ബുക്കിൽ. ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ SLC ബുക്കിലുള്ള May 4 കൊടുത്തു. ഇപ്പം May 4-ാം തീയതി എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ വരും. ഞാനത് മുഴുവൻ പരേതനായ നെട്ടൂർ കുഞ്ഞിരാം മാഷയുടെ പാതാരവിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. കാരണം അത് അയാൾ നിശ്ചയിച്ച. ഇവിടെ അധിക ആളെ ജന്മദിനവും LP സ്കൂൾ ഹെഡ്മാഷ് നിശ്ചയിച്ചായിരിക്കും. അപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ 27 ജന്മനക്ഷത്രം കഴിഞ്ഞ് 28-ാമത്തെ ദിവസം പേര് വിളിക്കും, പാല് കൊടുക്കുമ്പോൾ അരയിലൊരു നൂല് കെട്ടൂലേ? എന്തിനാ ഈ നൂല് കെട്ടുന്നത്? ഞാൻ പല സ്വാമിമാരോട് ചോദിച്ചു, പല ആധ്യാത്മിക പ്രഭാഷകന്മാരോട് ചോദിച്ചു, ഈ നൂല് കെട്ടുന്നതിൻ്റെ അർത്ഥം എന്താ? ആരും ഉത്തരം പറഞ്ഞില്ല. ഒരു വയോജന സംഗമത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ റിട്ടയർഡായ ഒരു സാവിത്രി ടീച്ചർ പറഞ്ഞു, നൂല് കെട്ടുന്നതിൻ്റെ ഉത്തരം ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം പറഞ്ഞുതരാം. എന്താ?
കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ആരാടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ. പ്രസവിക്കുന്ന അമ്മ മാത്രല്ലേ? അതെ. മുലയൂട്ടുന്ന അമ്മയല്ലേ? അതെ. എല്ലാം ചെയ്യുന്ന അമ്മയല്ലേ? അതെ. പക്ഷെ കുട്ടി അമ്മേൻ്റെ മാത്രമല്ലല്ലോ, അച്ഛൻ്റെ കൂടിയല്ലേ. അപ്പോൾ അച്ഛൻ ഇത് കാണുമ്പോൾ ഒരു പ്രയാസം വേണ്ട, പരാതി വേണ്ട എന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കിയിട്ട് നടുക്കൊരു അതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. ഇതിന് അരയില നൂല് കെട്ടുന്നത് അങ്ങനെയാണോ? കേൾക്കാൻ നല്ല സുഖമുള്ള. ഈ നൂല് കെട്ടുന്നതിൻ്റെ പിറകിൽ എന്താണെന്ന് നമ്മൾ അറിയണം. നൂലെന്ന് പറയുന്നത് സംസ്കാരമല്ലേ? നൂല് എത്രയും പിരിച്ച് പിരിച്ച് കൂട്ടുന്ന ഒരു സാധന, സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ സംസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പിരിച്ചല്ലോ. എൻ്റെ അച്ഛൻ പിരിച്ചതിൻ്റെ ബാക്കിയല്ലേ ഞാൻ പിരിക്കുന്നത്, ഞാൻ പിരിച്ചതിൻ്റെ ബാക്കിയല്ലേ എൻ്റെ മക്കൾ പിരിക്കുന്നത്. ആ നൂലല്ലേ ഇവിടെ ഈ സ്കൂളിൻ്റെ ബന്ധത്തിലല്ലേ നിങ്ങൾ ഈ കോർത്തി ഇട്ടിരിക്കുന്നത്. കുട്ടിമാളും അമ്മ മുതൽ ഉള്ള ആ സംസ്കാരത്തിന്റെ നൂല് കോർത്ത് 1924 മുതൽ കോർത്തിരിക്കുന്ന ആ നൂലിന്റെ ബന്ധത്തിലല്ലേ നിങ്ങളല്ലേ ഇവിടെ വന്ന്, അല്ലാതെ ഇവിടെ ബിരിയാണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ വന്ന്. സംസ്കാരം ഒരു നൂലാണ്. ആ നൂല് കൊണ്ട് ശരീരത്തെ പിടിച്ചു കെട്ടുക. മോനെ, നീ മൃഗങ്ങളെ പോലെ കണ്ടെടുത്ത് പോയി വിസർജിക്കരുത്, കണ്ടെടുത്ത് പോയി തിന്നരുത്, കണ്ടെടുത്ത് പോയി ഇണചേരരുത്. ശരീരത്തിന്റെ ചോദനകളെ പിടിച്ചു കെട്ടി മനസ്സിന്റെ ഭാവനകൾ ഉണർത്താൻ ആരംഭിക്കുന്ന പ്രക്രിയയാണ്. അന്ന് മുതൽ ഒരു രക്ഷകർത്താവ് നമ്മുടെ വീട്ടിൽ കുട്ടികളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, ഹാർഡ്വെയർ കൺട്രോൾ ചെയ്യുക. മനസ്സിലായോ? നമ്മളിപ്പോ സോഫ്റ്റ്വെയറിനൊന്നും കൊടുക്കുന്നില്ല, ഹാർഡ്വെയർ പോയി ഇനി ഇട്ട് കൊടുക്കും. അല്ലേ? ഇതാണ് പറ്റിയത്. കുട്ടികളെ കുറ്റം പറയണ്ട. അതുകൊണ്ട് സ്മൈൽ, പുഞ്ചിരിക്കും. വീട് പുഞ്ചിരിക്കുക. മുന്നിലത്തെ വാതിൽ തുറക്കും. അവിടെ വാതിൽ തുറന്നിട്ട് അയ്യപ്പ പണിക്കരെ ഇവിടെ ഒരു കവിത ചൊല്ലുക. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. കവിതയിലേക്ക് ഒരു പാട്ട്. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല, ഒരു പാട്ട്. എന്നിട്ട് മുറ്റത്തൊന്നുലാത്തി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെയും പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെയൊക്കെ നോക്കിയിട്ട് മതി ഇസ്രായേലിലെ പട്ടാളക്കാരെ പണി, തീ കൊടുക്കല്. മനസ്സിലായോ? അവന്റെ മനസ്സിനെ ഉണർത്തു, മനസ്സിനെ ഉണർത്തു. സ്മൈൽ, വീട് സ്മൈലി പുഞ്ചിരിക്കുന്നതാണ് വാതിൽ തുറക്കല്. നിങ്ങളും പുഞ്ചിരിക്കൂ. അടുത്തത് ഓപ്പൺ ഹേഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ. നമ്മൾ ഒത്തുചേരൂ, വട്ടത്തിലിരിക്കൂ. മൊബൈൽ ഫോണും ടിവിയും പൂട്ടൂ, ദൂരെ വെക്കൂ. എന്നിട്ട് അച്ഛനും അമ്മയും മക്കളും വട്ടത്തിൽ ഇരുന്നിട്ട് ലോകത്തിലെ നന്മയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. അവിടെ ഇരുന്നാൽ എന്താ ചർച്ച? പത്രത്തിലെ കെട്ടുതുള്ളിയെ തൂങ്ങിച്ചത്തത്, പീഡിപ്പിച്ചതെല്ലാം വാർത്ത. ഒരു എഡിറ്റോറിയൽ പേജ് ഒരു വീട്ടിൽ നിന്നും വായിക്കൂല. എന്നിട്ട് കുട്ടികളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ഒരു എഡിറ്റോറിയൽ പേജ് ഏതെങ്കിലും പത്രത്തിന്റെ വായിക്കലുണ്ടോ? ശീലമില്ല, ശീലമില്ല. ഒരു കവിത വായിക്കോ, കഥ വായിക്കോ. ഞാൻ കഴിഞ്ഞ മാസം കുവൈറ്റ് പോയി. അവിടെ എല്ലാ രാജ്യക്കാരും കൂടിയിട്ടുണ്ട് പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാനവിടെ ഹീറോ ആയി. എൻ്റെ പ്രസംഗം കൊണ്ടൊന്നും അല്ല, ഞാൻ മുണ്ടെടുത്തിട്ട്. അവിടെ എല്ലാവരും പാൻറ്റല്ലേ ഇടുക. മലയാളികൾ പോലും റൂമിൻ്റെ അകത്തെ മുണ്ടെടുക്കൂ, പുറത്ത് പാൻറ്റേ കൊടുക്കും. ഞാൻ മുണ്ടെടുത്ത് നടന്നപ്പോൾ അറബികൾക്ക് ഭയങ്കര കൗതുകമായി. അവർ മുണ്ടിൻ്റെ ഒന്നിച്ച് സെൽഫിയെല്ലാം എടുത്ത്. അവരേറ്റവും കൂടുതൽ ആകർഷിച്ചത് ഞാൻ കുളത്തിൽ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഇറങ്ങുമ്പോഴാണ്. അവരിങ്ങനെ അത്ഭുതത്തോടെ നോക്കിയത്. എന്തെന്നാ ഇങ്ങനെ മുണ്ട് മാറ്റുന്നത്? അവർക്കെല്ലാം ഒന്ന് അയച്ചിട്ടാലേ വേറെ ഒന്ന് ഉടുക്കാൻ പറ്റൂ. മലയാളിക്ക് മാത്രം അറിയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. ഉടുക്കലും അയക്കലും ഒരേ സമയത്ത് നടത്തും. തോർത്തങ്ങ് ചുറ്റി മുണ്ട് ചൊട്ടി വലിക്കുന്ന പരിപാടിയില്ലേ, അതെന്നാന്ന് അവര്. ഉടുക്കലും അയക്കലും ഒരേ സമയത്ത് ചെയ്യും. അവിടെ നിന്ന് ഐ ആം ഫ്രം കേരള എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം അറിയോ? ഓ, യു ആർ ഫ്രം ദി ലാൻഡ് ഓഫ് കഥകളി. ഒരു കാനഡക്കാരൻ 2 ലക്ഷം ഉറുപ്പിക ചെലവാക്കിയിട്ട് എല്ലാ കൊല്ലവും കോട്ടക്കല്ല് കഥകളി കാണാൻ വരും. അറിയോ? കോട്ടക്കല്ല് കഥകളി മഹോത്സവം നടക്കുമ്പോൾ വരും, എല്ലാ കൊല്ലവും വരും. രണ്ടാമത് പറഞ്ഞത് വായനക്ക് വേണ്ടി 1 മാസം നീക്കി വെച്ചവരുടെ നാടാ നിങ്ങളുടെ. എന്താ അത്? ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു. അതിപ്പാ രാമായണം. നമ്മക്കറിയാലോ ഇത് സത്യം. കർക്കടകം 31 വരെ രാമായണം വായിച്ച് കർക്കടകം 31-ാം തീയതി ഇത്യധ്യാത്മാ രാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകണ്ഠം സമാപ്തം പൂട്ടിയ പിന്നെ അടുത്ത 11 മാസം ഒരക്ഷരം വായിക്കാത്ത ടീമാ മഹാഭൂരിപക്ഷവും നമുക്കറിയാലോ. ഒന്നും വായിക്കൂല, പിന്നെ എങ്ങനെ വളരും? ഹൃദയം നല്ലത് പറയൂ. റോഡുമേലെ ആരാ പോന്ന്? അത് പോയിന്ന മഹാവൃത്തി കിട്ടും. ബഷീർ തീരെ പോക്ക്, സെബാസ്റ്റ്യൻ പോക്ക്, പഞ്ചായത്ത് മെമ്പർ ചുക്കിനും കൊള്ളൂല, പ്രസിഡന്റ് പോക്ക്, MLA പോക്ക്, മന്ത്രിമാരെല്ലാം ഭക്ഷണന്മാര്, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അതിലും ഭീകരൻ. ലോകത്ത് സകലയാളും മോശ, ഒരാളേ ഉള്ളൂ ലോകത്ത് നല്ല. അതാരാ?
ഞാൻ മാത്രം. ഇത് കേട്ട് കേട്ട് കുട്ടികൾക്ക് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഇതിന്റെ ദുരന്തം അറിയോ? ചൂരൽമലയിലും മുണ്ടക്കയിലും വന്നതിനേക്കാൾ വലിയ ദുരന്തം ഈ മനോഭാവം കൊണ്ട് കേരളത്തിലുണ്ടായി. ചൂരൽമലയിലും മുണ്ടക്കയിലും 400 ആളെ മരിച്ചിട്ടുള്ളൂ. 4217 ആള് മരിച്ചു ഈ കഴിഞ്ഞ കൊല്ലം ഈ ഭാവം കൊണ്ട്. എന്താ? റോഡപകടങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാ? റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് ബ്രേക്ക് ഫെയിലായിട്ടല്ല, സ്റ്റിയറിംഗ് സ്റ്റക്കായിട്ടല്ല, ഗിയർ ബോക്സ് സ്റ്റക്കായിട്ടൊന്നുമല്ല. റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ ഡ്രൈവർമാരുടെ അഹന്തയും അശ്രദ്ധയും കൊണ്ടല്ലേ. ഈ 4000 ചില്ലറ റോഡ് അപകടങ്ങളിൽ 217 ആള് മരിച്ചത് എതിരെ വന്ന വാഹനം ഡിമ്മ് കൊടുക്കാഞ്ഞിട്ട് കണ്ണ് അടഞ്ഞു പോയി അടിച്ചിട്ട്. അറിയോ? 217 ആളെ കൊന്നതിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ? നമ്മൾ ഡിമ്മ് കൊടുക്കാറുണ്ടോ? എന്റെ വാർഡ്, എന്റെ റോഡ്, എന്റെ തറവാട്, ഞാൻ പോവും, ഞാൻ ഡിമ്മ് കൊടുക്കില്ല, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി എന്ന അഹന്ത ഉൽപ്പാദിപ്പിക്കുക. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. മനസ്സിലായില്ലേ? അതാണ് നമ്മളെ വീട്ടിൽ നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ കുറ്റപ്പെടുത്തൽ, എല്ലാം പ്രാകൽ. എന്താ മക്കൾ പഠിക്കുക, എന്ത് പഠിപ്പ്, മൊബൈലും കൊണ്ട് ഇരിക്കലല്ലേ എന്ന് നാട്ടുകാരോട് എന്തിനാണ് നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തുന്നത്? വിമർശനമുണ്ട്, മുഖത്ത് നോക്കി പറയാ. അതുകൊണ്ട് ഓപ്പൺ ഹേഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ. നിങ്ങളുടെ ഹൃദയം തുറന്നു വെച്ചാൽ അവർ നിങ്ങളുടെ ഹൃദയത്തിലും, നിങ്ങൾ അവരുടെ ഹൃദയത്തിലും. അവരും ഹൃദയം തുറക്കും, അവർ നിങ്ങളുടെ ചങ്കുകളാവും. അല്ലെങ്കിൽ അവർ ചങ്കുകളെ നോക്കി പുറത്തു പോകും. എഫ് ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ, മക്കളിലേക്ക് താഴൂ. നമ്മൾ മക്കളെ ഉയർത്താൻ. ഞാനിപ്പോ ഒരു കുട്ടി എൻ്റെ വീട്ടിൽ വന്നാൽ, ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, കുനിയൂല, വാ മോനെ എന്ന് പറഞ്ഞാൽ കുട്ടീനെ എടുക്കാൻ പറ്റുമോ? ഞാൻ കുട്ടിയിലേക്ക് താണാലേ കുട്ടി എന്നിലേക്ക് വരൂ. ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയുക, ടച്ച്, തൊടണം, മക്കളെ തൊടണം. നമ്മുടെ രോമാഞ്ചവും അനുഭൂതിയുടെ ഒക്കെ കേന്ദ്രം തൊക്കല്ലേ. എന്തെങ്കിലും ഒരു നല്ല അനുഭവം ഉണ്ടായാൽ രോമാഞ്ചം ഉണ്ടാവില്ലേ? രോമം ഇല്ലാത്തവർക്ക് തോലാഞ്ചവും ഉണ്ടാവില്ലേ? അതിവിടെയാ തൊലിപ്പുറത്താ. അവിടെ സ്പർശിക്കൂ. മുതിർന്നവരെയും കുട്ടികളെയും തൊടണം. രാവിലെ കുട്ടികളെ തൊട്ട് വിളിക്കൂ. ഏത് കുരുത്തം കെട്ട കുട്ടിയും പൂച്ചയെ പോലെ അനുസരിക്കാനൊരു സൂത്രം പറഞ്ഞു തരാ, പുറത്ത് ചൊറിഞ്ഞു കൊടുത്താൽ മതി. പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാ അല്ലേ? അതിനെ കൊണ്ട് വേറെ എന്താ ഉപകാരം? എത്ര സ്ഥലാ പോകുന്നു പുറത്തിന്? ഒരു ഉപകാരമില്ല. കൈകൊണ്ട് കാലുകൊണ്ടല്ല, എന്തെല്ലാം ഉപകാരമുണ്ട്? മാന്തി കൊടുക്കുക. ടച്ച്, അത് മക്കളെ തൊട്ടാ പോരാ, അച്ഛനും അമ്മയും തൊട്ടാ പരസ്പരം തൊടണം. അടുത്തിരുന്ന് പ്രേമിക്കുക. അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കാണുന്ന കുട്ടികൾക്ക് ഭയങ്കര മാനസിക ഊർജ്ജം ഉണ്ടാവുന്ന പറയുന്നത്. എന്നാൽ അച്ഛനും അമ്മയും കീരി മൂർക്കനും ആ വീട്ടിൽ നിന്ന്. നിങ്ങൾ ഇരുട്ടത്ത് തൊട്ടിട്ട് എന്ത് കാര്യം? മക്കളെ മുമ്പിൽ പ്രേമിക്കുന്ന കാണണം. പ്രണയം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ വേണ്ട, കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു എന്ന് അയക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ ഐ ലവ് യു എന്നോ ഐ ലൈക്ക് യു എന്നോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ? എന്താ പറയാത്തത്? ഞാൻ കുന്നംകുളത്ത് ഒരു ക്ലാസ് എടുക്കും ഒരു ദിവസം. കല്യാണം കഴിഞ്ഞിട്ട് എന്താ ഐ ലവ് യു പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, അതെന്താ പറയാത്തതെന്നറിയോ? എന്താ? ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ. അപ്പൊ ഇലക്ഷന്റെ തട്ടിപ്പായി ഈ ഐ ലവ് യു ആണോ? പ്രേമിക്ക്, തൊട്ടുരുമിയിരിക്ക്, ടച്ച്, ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം. കണ്ണാണ് മനുഷ്യന്റെ പേഴ്സണാലിറ്റി. വിമാനത്ത് കയറുമ്പോൾ, വിദേശത്ത് പോകുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിനേക്കാൾ അവർക്ക് പ്രധാനം കണ്ണാണ്. അങ്ങോട്ട് പോകുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ എടുത്തു, ഇങ്ങോട്ട് പോകുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ എടുത്തു. കണ്ണ് നമ്മുടെ കണ്ണ് പോലെ മറ്റാർക്കും ഉണ്ടാവില്ല. ആ കണ്ണിലെ പ്രതീക്ഷകളും ആർദ്രതകളും സ്വപ്നങ്ങളും കാണും കുട്ടികളുടെ. ആ കണ്ണുകളിൽ നോക്കൂ, പരസ്പരം അച്ഛനും അമ്മയും കണ്ണിൽ നോക്കുക, മക്കളും അച്ഛനും കണ്ണിൽ നോക്കുക. കണ്ണിന്റെ പേരിൽ എൻ്റെ നാട്ടിലെല്ലാം പേര് സ്ത്രീകൾക്ക് പണ്ട് കണ്ണിന്റെ അക്ഷി എന്നാണ് അവസാനിക്കുക. അംബുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി അല്ലേ? അക്ഷി, മീനാക്ഷി, വിശാലാക്ഷി. എന്നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള പേര് വിശാലാക്ഷി. വലിയ കണ്ണുണ്ടെങ്കിൽ സുന്ദരിയാവുമല്ലോ. പെണ്ണുങ്ങൾക്ക് വലിയ കണ്ണ് സുന്ദരിയാ, അതുകൊണ്ടാണ് വിശാലാക്ഷി. നേരെ തിരിച്ചാ, ആണുങ്ങൾക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം. അതുകൊണ്ട് ആണുങ്ങളെ വിളിച്ച് കുഞ്ഞിക്കണ്ണൻ. പെണ്ണുങ്ങൾ വിശാലാക്ഷിയും ആണുങ്ങൾ കുഞ്ഞിക്കണ്ണൻ. ഈ കണ്ണ് തമാശ കളിയല്ല. ഈ 2024 ഇപ്പോൾ ഒരു സർവേ വന്നു. ഏറ്റവും കൂടുതൽ ആൾ കണ്ട വാർത്ത ഏതെന്നറിയാം? ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അത് മുഴുവൻ കണ്ണുമായി ബന്ധപ്പെട്ട്. കണ്ണിന്റെ പേരിലായി ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായി. അറിയോ? മഞ്ജു വാര്യരുടെ കണ്ണിനേക്കാൾ വലിയ കണ്ണ് കാവ്യമാധവനുള്ളതുകൊണ്ടല്ലേ അങ്ങോട്ട് പോയത്. ആ വിദ്വാൻ അങ്ങോട്ട് പോയത് കൊണ്ടല്ലേ. ആ കാര്യം ഭാവന പോയിട്ട് മഞ്ജുവോട് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഭാവനെ ഇടങ്ങാറാക്കി. അങ്ങനെയല്ലേ ഹേമ കമ്മീഷൻ വന്നേ? മനസ്സിലായോ? പക്ഷെ ഇത് തമാശ. ഇനി ഗൗരവമുള്ളൊരു കാര്യം പറയട്ടെ. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു ദുരന്തം നടന്നിട്ടുണ്ട്. അറിയുമോ? മഹായുദ്ധം, മഹാഭാരത യുദ്ധം. കൗരവന്മാര്
മുഴുവൻ വഷളായതല്ലേ മഹാഭാരത യുദ്ധത്തിന് കാരണം. അച്ഛനായ ധൃതരാഷ്ട്ര കണ്ണ് കാണാത്ത ആളാ. എന്നാ ഭാര്യ ഗാന്ധാരിയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധാരി അറിഞ്ഞത് തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന്. അപ്പാട് മന്ത്രകോടി കൊണ്ട് കണ്ണ് കെട്ടിയിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഭർത്താവ് കാണാത്ത ലോകം ഞാനും കാണുന്നില്ല. 100 മക്കളെ പറ്റി, 100 ആണിനെയും ഒരു പെണ്ണിനെയും പറ്റി. ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. 100 നല്ല കുട്ടികളായിരുന്നു, ഒന്നും മോശമൊന്നുമല്ല. എന്തായിരുന്നു മൂത്തോന്റെ പേര്? മൂത്തോന്റെ പേരറിയാവോ കൗരവന്മാരിൽ? ആർക്കും ഓർമ്മയില്ലേ? ആർക്കും ഓർമ്മയില്ലേ? ദുര്യോധനൻ എന്നാ? അല്ല. എല്ലാരും മനസ്സിൽ ദുര്യോധനൻ എന്നല്ലേ വന്ന? അല്ല, സുയോധനൻ എന്നാ. സുയോധനൻ എന്നാ വിളിച്ചേ. സു എന്ന് പറഞ്ഞാൽ നല്ല. അതെന്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞല്ല. പക്ഷേ ദുഷിച്ച് ദുര്യോധനായി, ദുഷിച്ച് ദുശാസനായി. 100 യുദ്ധക്കളത്ത് പടഞ്ഞു മരിച്ചു. ഒന്നിന് ഇവര് മരിച്ചാൽ ഒരു ചെതക്ക് തീ കൊളുത്താൻ ഒന്ന് ബാക്കിയായോ? ഒന്ന് ബാക്കിയായില്ല. 100 പടഞ്ഞു മരിച്ചു. 100 പടഞ്ഞു മരിച്ചു. അവസാനം പുത്രവിയോഗ ദുഃഖത്താൽ കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വെന്ത് മരിക്കേണ്ടി വന്നു. മക്കളുടെ കണ്ണിൽ നോക്കാതെ. ഭർത്താവിന് കണ്ണ് കാണൂലേ? ഭാര്യ ഭർത്താവിൻ്റെ കണ്ണാവണമെന്നുള്ളൊരു പാട്ട് കേട്ടിട്ടില്ല നിങ്ങൾ? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. അതുകൊണ്ട് കണ്ണിൽ നോക്കൂ. നിങ്ങൾക്ക് കണ്ണുണ്ടായിട്ടും മക്കളെ കാണുന്നില്ല, പിന്നെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. മക്കളുടെ കണ്ണിൽ നോക്കൂ. അവസാനത്തത് നോഡിങ്. ജനാധിപത്യ ബോധം കുടുംബത്തിൽ ഉണ്ടാകുന്ന ബോഡി ലാംഗ്വേജ് ആണ് നോഡിങ്. തലകുലുക്കണം, സമ്മതിക്കണം. മക്കള് പറഞ്ഞാൽ ഞാനാണ് ഈ വീടിന്റെ മുതലാളി, ഞാനാണ് ഇവിടുത്തെ ചെലവ് കഴിക്കുന്ന ആള്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനുസരിക്കണം. നോ, പറയുന്നത് ആരെന്നല്ല, പറയുന്നത് എന്തെന്ന് നോക്കി സമ്മതിക്കാനുള്ള വിശാല വീക്ഷണം വേണം. തലകുലുക്കണം, തലകുലുക്കണം. ജനാധിപത്യ ബോധം. ഞാൻ മാത്രം പറയുന്നത് ശരി, എന്റെ ജാതി മാത്രം ശരി, എന്റെ മതം മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ പാർട്ടി മാത്രം ശരി, എന്റെ രാജ്യം മാത്രം ശരി. ഈ 5 ശരികൾ കൊണ്ടാണ് ഭൂമിയിലെ സകല തെറ്റും ഉണ്ടാവുന്നത്. അറിയോ? ഭൂമിയിലുള്ള സകല കലാപവും എന്റെ രാജ്യം മാത്രം ശരി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം 45,000 ആളാ മരിച്ചത്. അറിയോ? ഇത് മാറിയിട്ട് ജനാധിപത്യ ബോധം വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. പരസ്പര ബഹുമാനത്തിൽ കുട്ടികൾ അടിമകളല്ല. ബഹുമാനത്തിൽ അവർ പറയുന്നതിന് ചെവി കൊടുക്കുമോ? രക്ഷിതാക്കളെ, നമുക്ക് നാം ഒന്നേ ഉള്ളൂ, കേൾക്കാൻ കാത് 2 ഉണ്ട് അല്ലേ? അപ്പൊ പറയുന്നതിന്റെ ഇരട്ടി കേൾക്കണ്ടേ? തലകുലുക്കുക, നോഡിങ്. അപ്പോ സോഫ്റ്റ് ആൻഡ് സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ. നല്ല ആശയവിനിമയങ്ങളിലൂടെ നമുക്ക് ചേർത്ത് പിടിക്കാം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ നെഞ്ചിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. 1000 സൂര്യമണ്ഡലം എൻ്റെ ഉള്ളിൽ ഉദിച്ചു വരുമെന്ന് പറഞ്ഞ അക്കിത്തത്തിന്റെ നാട്ടുകാരെ നമ്മൾ എന്തിനു മസിൽ പിടിക്കുന്നു? നമുക്ക് സ്നേഹിക്കാം. നമുക്ക് കരുണയും ദയയും സ്നേഹവും ആർദ്രതയും സൗന്ദര്യവും സ്വപ്നങ്ങളുമാകാം. നമുക്ക് ഒത്തുചേരാം. നമ്മുടെ ജീവിതം കഴിഞ്ഞെല്ലാം പോട്ടെ. നാളെ രാവിലെ ഇവിടെ വന്ന എല്ലാവരും പറയേണ്ട ഒരു വാക്കിതാണ്: ദിസ് ഈസ് ദി ഫസ്റ്റ് ഡേ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ബാക്കി ജീവിതത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇന്നാണ്. മലയാളിയുടെ ഒരു വൃത്തികെട്ട സ്വഭാവം മാറ്റിവെക്കല. അടുത്ത ഞായറാഴ്ച നോക്കാം, അടുത്ത ദിവസം ആക്കട്ടെ, ജനുവരി 1 ആവട്ടെ, ഇനി ഫെബ്രുവരി 1 ആവട്ടെ, ഒരു ചുക്കും നടക്കുകയില്ല. എന്ന് മാറ്റിവെക്കണ്ട. ഇന്ന് തുടങ്ങാം. എൻ്റെ ബാക്കി ജീവിതത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇന്നാ. നമുക്ക് രസകരമാകാം. ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസമധുരം. ഇന്നോ നാളെയോ വിളക്കു കേടും, പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യപുസ്തകമല്ലോ ജീവിതം. നമ്മുടെ ജീവിതത്തെ ഒരു കാവ്യപുസ്തകമാക്കാൻ നമ്മുടെ ഓർമ്മകളിൽ തിരിച്ചു പിടിക്കുക. സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കുക. വിളിക്കുക, പറയുക, പോവുക, സ്നേഹിക്കുക, കൈ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക. അത്തരത്തിൽ നമ്മുടെ ഓർമ്മകളിലൂടെ ഈ വിദ്യാലയം നമ്മുടെ പ്രകാശഗോപുരമാണ്.
ഇടയ്ക്ക് ഇവിടെ വരിക, എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമ്പോൾ ഈ വിദ്യാലയത്തിന് എന്തെങ്കിലും സഹായിക്കുക. അതൊരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തത് ആരും കണക്ക് പറയാറില്ല, കൊടുത്തതിന്റെ കണക്കേ പറയൂ. 75 വയസ്സായിട്ട് ഒരാൾ മരിച്ചിട്ട് അനുശോചന യോഗത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? 75 വയസ്സിനിടയിൽ 50 കിലോന്റെ 250 ചാക്കരി തിന്നിട്ട് അയാൾ മരിച്ചെന്ന് ആരും പ്രസംഗിച്ചിട്ടുണ്ടോ? മലയാളി 75 വയസ്സിനിടയിൽ 225 കിൻഡൽ അരി തിന്നു, അറിയോ? എന്ന് പറഞ്ഞാൽ 50 കിലോന്റെ 250 ചാക്ക് തിന്നിട്ട് ഒരു 5-6 ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ തിന്നത് ആരും പറയാറില്ല. എന്നാ കോവിഡിൽ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് 4 ചാക്ക് അരി ഫ്രീ കൊടുത്തിട്ടുണ്ട്, അത് പറയും അല്ലേ? അതുകൊണ്ട് കൊടുക്കുക. തേന ത്യക്തേന ഭുഞ്ചീതാ, നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക എന്നാണ് ഈശാവാസ്യോപനിഷത്തിലെ ആ ശ്ലോകത്തിന്റെ 4ാമത്തെ വരി. കൊടുത്തിട്ട് ഉണ്ണുക. നമുക്ക് കൊടുത്തതേ നമ്മുടെ നേട്ടമായിട്ടുണ്ടാവും. എടുത്തതൊന്നും നേട്ടമായിട്ടുണ്ടാവില്ല. എടുത്തതെല്ലാം തിന്നതെല്ലാം പിറ്റേന്ന് ഫ്ലഷമർത്തിയപ്പോൾ പാതാളത്തിൽ പോകും. കൊടുത്തത് നമ്മുടെ സംസ്കാരമായിട്ട് അത് കിടക്കും. അത്തരത്തിൽ ഈ വിദ്യാലയത്തെ സഹായിക്കുക. അത് സാമ്പത്തികമായിട്ടും ഉൽപ്പന്നങ്ങളായിട്ടും മാത്രമല്ല, ആശയങ്ങളായിട്ടും സന്ദേശങ്ങളായിട്ടും ഈ വിദ്യാലയത്തെ സഹായിച്ച് ഈ ഗവൺമെന്റ് സ്കൂൾ വലിയ ഉന്നതമായ നിലവാരമുള്ള സംസ്കാരമുള്ള കുട്ടികൾ ഈ ലോകത്തിന് സംഭാവന ചെയ്യാം. വീണ്ടും ആളും അമ്മമാരും എം ടിമാരും അക്യുത്തന്മാരും സുഭാഷിണി അലിമാരും ഈ വിദ്യാലയം ഈ നാട്ടിൽ നിന്ന് ഉണ്ടാവണ്ടേ? അതുണ്ടാവാൻ പറ്റുന്ന വിധത്തിൽ ഈ വിദ്യാലയത്തിന്റെ വ്യാകരണവും അത് ഈ ഗ്രാമത്തിന്റെ വ്യാകരണവും നിങ്ങളുടെ കുടുംബത്തിന്റെ വ്യാകരണവും പുതുക്കി എഴുതാൻ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നിമിത്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അവരോട് നന്ദി അറിയിക്കുന്നു. അതിനേക്കാൾ അപ്പുറം സാധാരണ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുമ്പോൾ സദസ്സിലിരിക്കുന്നവര് എല്ലാം അലങ്കോലായിട്ട് അങ്ങും ഇങ്ങും നടക്കും. എന്നാൽ ഇത് ഒരു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് റൂമിൽ പോലും ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവില്ല. അത്ര അടങ്ങി ഇരുന്നിട്ട് കേട്ടതിന് നിങ്ങളോടെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ 100ാം വാർഷികാഘോഷത്തിന് സർവ്വവിധ ആശംസകളും മംഗളങ്ങളും തർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.